പഠിച്ചൂടെ? പഠിച്ചല്ലോ, പഠിച്ചു. സോ അടുത്ത ക്ലാസ് ആണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ തന്നെ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ നഴ്സിംഗ് എല്ലാവരും എന്താ അഡ്മിഷനും ആൻഡ് ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിലും പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ നഴ്സിംഗിൽ അഡ്മിഷനും ഡിസ്ചാർജ് എന്ന രണ്ട് കേട്ടിട്ടുണ്ടോണെങ്കിലും പണ്ട് കോളേജിൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ നഴ്സിംഗിൽ ആദ്യത്തെ 2 മാസം അല്ലേ, 6 മാസം അല്ല, 2 മാസം അല്ലേ, ഫസ്റ്റ് 2 മാസം അല്ലേ, 2 മാസം അല്ലേ ഫസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ 2 മാസം അല്ലേ അഡ്മിഷനും ആൻഡ് ഡിസ്ചാർജും പഠിക്കുന്നത്? കോളേജിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ 2 മാസം അല്ലേ അഡ്മിഷനും ആൻഡ് ഡിസ്ചാർജും പഠിക്കുന്നത്? ശരിയല്ലേ? ശരിയാണോ? പണ്ട് കോളേജിൽ നഴ്സിംഗ് പഠിച്ച സമയത്ത് ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ 2 മാസം അല്ലേ അഡ്മിഷനും ആൻഡ് ഡിസ്ചാർജും പഠിക്കുന്നത്? ശരിയാണോ? അതിനുശേഷം പഠിച്ചിട്ടുണ്ടോ? അതിനുശേഷം അഡ്മിഷൻ ഡിസ്ചാർജ് പഠിച്ചിട്ടുണ്ടോ? പണ്ട് കോളേജ് നഴ്സിംഗിനകത്ത് ഫസ്റ്റ് ഇയർ നഴ്സിംഗിൽ അഡ്മിഷൻ ഡിസ്ചാർജ് പഠിച്ചിട്ടുണ്ട്. ശേഷം അഡ്മിഷൻ ഡിസ്ചാർജ് പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എവിടെയെങ്കിലും പറഞ്ഞ എവിടെയെങ്കിലും കേക്കട്ടെ. പണ്ട് കോളേജ് നഴ്സിംഗിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും അഡ്മിഷനും ഡിസ്ചാർജും പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ശരിയല്ലേ? പണ്ട് കോളേജ് നഴ്സിംഗിൽ ഫസ്റ്റ് ഇയർ ഓഫ് നഴ്സിംഗ് അല്ലാതെ എവിടെയെങ്കിലും അഡ്മിഷൻ ഡിസ്ചാർജ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഫൗണ്ടേഷനിൽ ഒരിക്കലും അഡ്മിഷൻ ഡിസ്ചാർജ് പഠിച്ചിട്ടില്ല. പക്ഷെ പഠിക്കണം. ഒരു ചോദ്യം ചോദിക്കും. ഇനി വരുന്ന എക്സാംസിന് അഡ്മിഷൻ ഡിസ്ചാർജും ഒരു ചോദ്യം ചോദിക്കും. സ്റ്റാർട്ട് ചെയ്യാമോ? ഒരു ടോപ്പിക്കാണ്, ഒരു ചാപ്റ്റർ ആണ്. പഠിക്കാമോ? നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്ന് ഒരു ചോദ്യം വരുന്ന സ്ഥലമാണ് നഴ്സിംഗ് ഫൗണ്ടേഷനിൽ അഡ്മിഷനും ഡിസ്ചാർജും, ഹോസ്പിറ്റൽ അഡ്മിഷനും ആൻഡ് ഡിസ്ചാർജും ചോദ്യം വരും. തുടങ്ങാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? ഇപ്പൊ രാവിലെ 5 മണിക്ക് ക്വസ്റ്റ്യൻ കിട്ടിയോ? രാവിലെ 5 മണിക്ക് ക്വസ്റ്റ്യൻ കിട്ടിയോ? ആൻസർ കിട്ടിയോടെ? രാവിലെ 5 മണിക്ക് സമയം നോക്കി നോക്കുക. ഗ്രൂപ്പിനകത്ത് രാവിലെ 5 മണി ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കിട്ടിയോ? ഇപ്പൊ ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥത തിരിച്ച് കാണിക്കുന്നുണ്ട്. പഠിക്കൂ. ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥത തിരിച്ച് കാണിക്കും. എല്ലാവരും പഠിക്കൂ. ഞാനീ ഇപ്പൊ കാണിക്കുന്ന ആത്മാർത്ഥത കാണിക്കോ? രാവിലെ എണീറ്റ് 5 മണിയായപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ തരണം, ആൻസർ തരണം. പഠിക്കൂടെ എല്ലാവരും? പഠിക്കോ? ചോദ്യം പഠിക്കൂ. എല്ലാവരും പഠിക്കും. ഞാൻ എപ്പോഴും ഒരു ടോപ്പ് പഠിപ്പിക്കുന്നെങ്കിൽ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ എടുത്തുണ്ട് അല്ലേ? സിസ്റ്റം വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ പഠിക്കണം കേട്ടോ. സോ എന്താ അഡ്മിഷൻ എന്ന് പറയാൻ? എന്താ നഴ്സിംഗ് ഫൗണ്ടേഷൻ ചാപ്റ്റർ ആണ് അഡ്മിഷനും ആൻഡ് ഡിസ്ചാർജും എന്ന് പറയുന്നത്. അതിൽ അഡ്മിഷൻ എന്ന് പറയാൻ എന്താ? വളരെ ഇമ്പോർട്ടന്റ് ചോദ്യം വരാറുണ്ട്. എന്താണ് അഡ്മിഷൻ എന്ന് പറയാൻ? എന്താ? ഒരാളെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ എന്താ? ഹോസ്പിറ്റലിൽ ഒരാളെ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ എന്താ? അഡ്മിഷൻ എന്ന് പറഞ്ഞ എന്താ? അഡ്മിഷൻ എന്ന് പറയുന്നത് ആർക്ക് പറയാം? ഒരു ഹോസ്പിറ്റലിലേക്കോ ഒരു ക്ലിനിക്കിലേക്കോ എന്ത് ചെയ്യുന്നു? അഡ്മിറ്റ് ചെയ്യുന്നതാണോടെ? ഒരു ഹോസ്പിറ്റലിലേക്കോ ഒരു ക്ലിനിക്കിലോട്ടോ അഡ്മിറ്റ് ചെയ്യുന്നതാണോ? ആണോ? ഒരു ഇൻപേഷ്യന്റ് കെയർ ഫെസിലിറ്റി ചെയ്യാനുള്ള അഡ്മിഷൻ ആണോടെ? ഒരു ഇൻപേഷ്യന്റ് കെയർ ഫെസിലിറ്റി ചെയ്യാനുള്ള പ്രോസസ് ആണോ അഡ്മിഷൻ? ആണോ? ഒരു ഇൻപേഷ്യന്റ് കെയർ ഫെസിലിറ്റി ചെയ്യാനുള്ള അഡ്മിഷൻ. ആലോചിക്കുക. ഒരു ഇൻപേഷ്യന്റ് കെയറിനെ ഫെസിലിറ്റി ചെയ്യുന്നതാണോ അഡ്മിഷൻ? ശരിയല്ലേ? അഡ്മിഷൻ അല്ലേ? ശരിയല്ലേ? എപ്പോഴും ഒരു ഇൻപേഷ്യന്റ് കെയർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അഡ്മിഷൻ എന്ന് പറയും. ശരിയല്ലേ? ആണോ? ആണ്. എന്താ പർപ്പസ്? എന്താ?
അഡ്മിഷന്റെ പർപ്പസ് എന്തൊക്കെയാ? അഡ്മിഷൻ എന്ന് പറയുമ്പോൾ പർപ്പസ് എന്തൊക്കെയാ? എപ്പോഴും ഒരാളെ ഹോസ്പിറ്റലിലേക്ക് ഇൻ പേഷ്യന്റ് കെയർ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാരണങ്ങൾ, എന്തൊക്കെ പർപ്പസ് ഉണ്ടായിരിക്കും? ചോദ്യം അവിടെ വരും. നമ്മൾ ആരെയൊക്കെ പിടിച്ച് അഡ്മിറ്റ് ചെയ്യുന്നത്? നമ്മൾ ആരെയൊക്കെയാണ് ഒരാളെ പിടിച്ച് അഡ്മിറ്റ് ചെയ്ത് ആരൊക്കെയാ? ഒരാൾക്ക് ഈ പറഞ്ഞ ഇൻ പേഷ്യന്റ് കെയർ അത്യാവശ്യമാണെന്ന് കരുതാനൊക്കെയാ? ഒരാൾക്ക് ഇൻ പേഷ്യന്റ് കെയർ അത്യാവശ്യമാണ് എന്ന് കരുതുന്ന പർപ്പസ് എന്തൊക്കെയാ? പർപ്പസ് ആണ് ചോദ്യം. എപ്പോഴും ചോദ്യം വരുന്നത് പർപ്പസ് ആണ്. എപ്പോഴും ഇവിടെ ചോദ്യം പർപ്പസ് ആണ്. ആർക്കറിയാം? ഒരു ഇൻ പേഷ്യന്റ് കെയർ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയാൻ അഡ്മിഷൻ അല്ലേ? എപ്പോഴും ഒരു പേഷ്യന്റിനെ ഇൻ പേഷ്യന്റ് കെയർ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ പിടിച്ച് അഡ്മിറ്റ് ചെയ്താണ് അഡ്മിഷൻ എന്ന് പറയുന്നതെങ്കിൽ എന്തൊക്കെയാണ് പർപ്പസസ്? 24 മണിക്കൂറും സൂപ്പർവൈസ്ഡ് കെയർ കൊടുക്കാൻ വേണ്ടിയല്ലേ? 24 മണിക്കൂറും സൂപ്പർവൈസ്ഡ് കെയർ കൊടുക്കാൻ വേണ്ടിയാണോ? വാട്ട് ആർ ദ പർപ്പസ് ഓഫ് അഡ്മിഷൻ? അഡ്മിഷന്റെ പർപ്പസ് എന്തൊക്കെയാ? ചോദ്യം വരും. അഡ്മിഷന്റെ പർപ്പസ് എന്തൊക്കെയാ? ഫസ്റ്റ് പർപ്പസ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ്. ഒരാളെ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പർപ്പസ് എന്താ? സൂപ്പർവൈസ്ഡ് കെയർ റൗണ്ട് ദ ക്ലോക്ക് 24 മണിക്കൂർ അല്ലേ? 24/7 സൂപ്പർവൈസ്ഡ് കെയർ കൊടുക്കാൻ വേണ്ടിയല്ലേ? ശരിയല്ലേ? ഒരാളെ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 24/7 സൂപ്പർവൈസ്ഡ് കെയർ കൊടുക്കാൻ വേണ്ടിയല്ലേ? സ്പെഷ്യലൈസ്ഡ് മോണിറ്റർ കെയർ കൊടുക്കാൻ വേണ്ടിയല്ലേ? ശരിയല്ലേ? റൗണ്ട് ദ ക്ലോക്ക് 24/7 ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയല്ലേ? ഒരാളെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് റൗണ്ട് ദ ക്ലോക്ക് 24/7 കെയർ കൊടുക്കാൻ വേണ്ടിയല്ലേ? അതാണ് ഫസ്റ്റ് പർപ്പസ്. ക്ലിയർ ആയോ? ഒരാളെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് റൗണ്ട് ദ ക്ലോക്ക് 24/7 കെയർ കൊടുക്കാൻ വേണ്ടിയാണ്. വേറെ പർപ്പസ് ഉണ്ടോ? ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? ഇത് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ പേഷ്യന്റിന് സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാൻ വേണ്ടി 24/7 അവേഴ്സിലോട്ട് ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യുക. ശരിയല്ലേ? സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാൻ വേണ്ടിയാണ്. കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? യെസ് ഓർന്ന് പറയുക. അഡ്മിഷൻ ഡിസ്ചാർജും നഴ്സിംഗ് ഫൗണ്ടേഷനിൽ ചാപ്റ്റർ ആണ്, പഠിക്കുക. അഡ്മിഷൻ ഡിസ്ചാർജും നഴ്സിംഗ് ഫൗണ്ടേഷനിൽ ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് പർപ്പസ് കിട്ടിയെങ്കിൽ സെക്കൻഡ് പർപ്പസ് എന്താ? നമ്മൾ ഒരാളെ പിടിച്ച് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത പർപ്പസ് എന്താ? 24 മണിക്കൂറും സ്പെഷ്യലൈസ്ഡ് മോണിറ്ററിംഗ് വേണം പറഞ്ഞു അല്ലേ? ഒരാളെ പിടിച്ച് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ 24/7 എന്താണ്? സ്പെഷ്യലൈസ്ഡ് കെയർ റൗണ്ട് ഇവിടെ കെയർ കൊടുക്കണമെന്നല്ലേ? സെക്കൻഡ് എന്താ? വേറെ എന്തിന് ഒരാളെ പിടിച്ച് അഡ്മിറ്റ് ചെയ്യും? വേറെ എന്തിന് ഒരാളെ പിടിച്ച് അഡ്മിറ്റ് ചെയ്യും? ഒറ്റ കുടക്കീഴിൽ തന്നെ വേരിയസ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ വേരിയസ് ഡയഗ്നോസ്റ്റിക് സർവീസ് ചെയ്യാൻ വേണ്ടിയാണോ? ഒരൊറ്റ കുടക്കീഴിൽ ഹോസ്പിറ്റലിനകത്ത് തന്നെ പല പല വ്യത്യസ്തമായ ഡയഗ്നോസ്റ്റിക് സർവീസ് ചെയ്യാൻ വേണ്ടിയാണോ? ഇത് ലാബ്, സ്കാന്, ECG, എക്കോ, അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കുടക്കീഴിൽ പല പല സർവീസ് ചെയ്യാൻ വേണ്ടിയാണോ? ആണോടെ? 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 ആലോചിച്ച് പറയടെ. ആണോ? അതേസമയം ഇത് ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ എല്ലാം സമയം എടുക്കില്ലേ? അതേസമയം ഇത് ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ സമയം എടുക്കില്ലേ? ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ സമയം എടുക്കോ? സമയം എടുക്കോ? സമയം എടുക്കോ? ഔട്ട് പേഷ്യന്റ് സമയം എടുക്കോ? അറിയാലോ, അറിയാം, എല്ലാവർക്കും അറിയാം. ഔട്ട് പേഷ്യന്റ് സമയം എടുക്കോ? അല്ലേ? അല്ലേ? ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ പലയിടത്തും പല ടെസ്റ്റ് ആയിട്ട് അവിടെ ഓടി നടക്കണ്ടേ? നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കല്ലേ? അനുഭവം ഉണ്ടായിരിക്കും. ഒരു ടെസ്റ്റ് ചെയ്യാൻ തന്നെയായിട്ട് പലയിടത്തായിട്ട് ഓടി നടക്കണ്ടേ? ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അവിടെ ബില്ലടയ്ക്കണം, അവിടെ പോണം, ഇവിടെ പോണം, അവിടെ ഓടണം, ഇവിടെ ഓടണം. അറിയാലോ ഇവിടെ എല്ലാവർക്കും. ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പലയിടത്തായിട്ട് ഓടി നടക്കണ്ടേ? ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ പലയിടത്തായിട്ട് ഓടി നടക്കണം. പക്ഷേ അഡ്മിഷൻ ആണെങ്കിൽ വേണോടെ? അഡ്മിഷൻ ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എല്ലായിടത്തും കൊണ്ടുപോകല്ലേ? സർക്കാർ ഹോസ്പിറ്റലല്ല,
ഞാൻ പറയുന്നത് പ്രൈവറ്റ് ആണ്. ആലോചിച്ച് നോക്കുമ്പോൾ സർക്കാരിലുണ്ട് ഇങ്ങനെ പലയിടത്തും പറഞ്ഞവർ കൊണ്ടുപോകും. സർക്കാർ ഹോസ്പിറ്റലിൽ പറഞ്ഞ കൊണ്ടുപോടെ ഇല്ല, ഇല്ലല്ലോ, ഇല്ലല്ലോ, ഇല്ലല്ലോ അവിടെ ഇല്ല. സത്യം അതാണല്ലേ. അങ്ങോട്ടാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്, അങ്ങോട്ടാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അവിടെ പോയാൽ നിങ്ങളുടെ ക്യാരക്ടർ മാറുമല്ലേ, അവിടെ പോയാൽ സ്വഭാവം മാറുമല്ലേ, സ്വഭാവം മാറും, സ്വഭാവം മാറും, മാറും മാറും, ക്യാരക്ടർ മാറും, ക്യാരക്ടർ സ്വഭാവം എല്ലാം തന്നെ മാറും. ഓക്കെ, ഇവിടെ ഇത് ഡയഗ്നോസ്റ്റിക് ഇന്റർവെൻഷൻ എല്ലാം ഒറ്റ റൂപ്പിൽ കൊടുക്കുക. അതിനെ പറയുന്ന പേരെന്താ? എന്ത് വിളിക്കാം, എന്ത് വിളിക്കാം, വിളിക്കാം, എന്ത് വിളിക്കാം? അഡ്മിഷൻ ആണോ? ആണോ അവിടെ? അഡ്മിഷൻ ആണോ അവിടെ? യെസ്, അഡ്മിഷൻ ആണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ, ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു എലക്ടീവ് സിറ്റുവേഷനിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണ ആവശ്യമുണ്ടോ? ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എലക്ടീവ് സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആക്കണ ആവശ്യമുണ്ടോ? ചോദിക്കട്ടെ. എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആക്കാൻ ആവശ്യമുണ്ടോ? ഇല്ല. ഉണ്ടോടെ? 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 ഉണ്ടോ? ഉണ്ട്. ഏറ്റവും വേഗത്തിൽ ഇവിടെ അഡ്മിറ്റ് ആക്കിയാൽ മാത്രമല്ല ഇന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പേഷ്യനെ പിടിച്ച് വീട്ടിൽ കിടത്തി പറ്റോ? പേഷ്യനെ പിടിച്ച് വീട്ടിൽ കിടത്തിയിട്ട് ഈ പറഞ്ഞ പ്രൈവറ്റ് ആയിട്ട് ആളുകളെ വിളിച്ച് കാണിച്ചാൽ പറ്റോ? ഇല്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മാത്രമേ ആ പേഷ്യന് എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടത്തുള്ളൂ. മെയിൻ പർപ്പസ് കിട്ടിയോ? ദ മെയിൻ പർപ്പസ് എന്താ? ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ഇന്റർവെൻഷൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റൽ വേണ്ടേ? ഒറ്റ റൂഫിനകത്ത് പേഷ്യന്റിന് എല്ലാ കെയറും വേണമെങ്കിൽ എന്ത് വേണം? അഡ്മിഷൻ വേണോ? ഒറ്റ റൂഫിനകത്ത് എല്ലാ കെയറും വേണമെങ്കിൽ പേഷ്യന്റ് അഡ്മിഷൻ വേണോ? ഒറ്റ കുടക്കീഴിനകത്ത് എല്ലാ ട്രീറ്റ്മെന്റും വേണമെങ്കിൽ പേഷ്യന്റ് അഡ്മിഷൻ വേണോ? വേണോ? മാത്രമല്ല 24/7 സൂപ്പർവൈസ്ഡ് കെയർ കിട്ടണമെങ്കിൽ അഡ്മിഷൻ വേണ്ടേ? 24 മണിക്കൂറും സൂപ്പർവൈസ്ഡ് കെയർ കിട്ടണമെങ്കിൽ അഡ്മിഷൻ വേണ്ടേ? അഡ്മിഷൻ വേണ്ടേ? വേണ്ടേ? അത് എമർജൻസി സിറ്റുവേഷൻ അഡ്മിഷൻ വേണോ വേണ്ടേ? വേണോടെ? 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 വേണോ? വേണോ? ഏറ്റവും വേഗത്തിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണ്ടേ? ഏറ്റവും വേഗത്തിൽ തന്നെ അഡ്മിറ്റ് ചെയ്താലേ ട്രീറ്റ്മെന്റ് കിട്ടത്തുള്ളൂ. ശരിയല്ലേ? സോ ഇത്രയുമാണ് പർപ്പസ് ഓഫ് അഡ്മിഷൻ. സോ ഇത്രയുമാണ് പർപ്പസ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ ഇതല്ല. എന്തായിരിക്കും? ആർക്കും പറയാം? അഡ്മിഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതല്ല. എന്ത് പറയാം? എന്ത് പറയാം? ദ ടൈപ്സ് ഓഫ് അഡ്മിഷൻ, അതാണ് ചോദ്യം. അഡ്മിഷനിൽ നിന്ന് ചോദ്യം വരാവുന്നത് ദ ടൈപ്സ് ഓഫ് അഡ്മിഷൻ ഏതൊക്കെയാ? ഞാൻ നോട്ട് മുൻകൂട്ടി അയച്ചു, കണ്ടായിരുന്നെങ്കിലും സ്റ്റഡി നോട്ട് 5-6 ദിവസം മുന്നേ തന്നെ നോട്ട് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ ഡിസ്ചാർജ് നോട്ട് 5-6 ദിവസം മുന്നേ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കേട്ടാണെങ്കിലും വായിച്ചു നോക്കിയാണെങ്കിൽ വായിച്ചു നോക്കിയോ? ചോദ്യം വരുന്ന ഭാഗം അതാണ്. അതുകൊണ്ടാണ് 5-6 ദിവസം മുന്നേ തന്നെ അഡ്മിഷൻ ഡിസ്ചാർജ് നോട്ട് ഗ്രൂപ്പിൽ ഇട്ടത്. എത്ര ടൈപ്സ് ഓഫ് അഡ്മിഷൻ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ? എത്ര ടൈപ്സ് ഓഫ് അഡ്മിഷൻ ഉണ്ട്? എത്ര ഉണ്ട്? എത്രയുണ്ട് അറിയാം മക്കളെ? നോക്കാം, നോക്കാം, നോക്കാമോ? ഫസ്റ്റ് ടൈപ്പ് ഏതാ? ദ റൊട്ടീൻ അഡ്മിഷൻ. ഫസ്റ്റ് ടൈപ്പ് ഏതാ? റൊട്ടീൻ അഡ്മിഷൻ. ഫസ്റ്റ് ടൈപ്പ് ഏതാ? അഡ്മിഷന്റെ ഫസ്റ്റ് ടൈപ്പ് ഏതാ? റൊട്ടീൻ അഡ്മിഷൻ. റൊട്ടീൻ, റൊട്ടി അല്ല, റൊട്ടി അല്ല, റൊട്ടീൻ. ചടിക്കേറി റൊട്ടി റൊട്ടി വായിക്കരുത്. റൊട്ടീൻ ആണ്. എന്താ റൊട്ടീൻ അഡ്മിഷൻ? റൊട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പറയടേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പേഷ്യനോട് ഇന്ന ദിവസം വന്ന് അഡ്മിറ്റായി, ഇന്ന ടെസ്റ്റ് ചെയ്യണം, ഇന്ന ഡയഗ്നോസ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻഡ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നതാണോ?
എപ്പോഴെങ്കിലും പേഷ്യന്റിനോട് ഇന്ന ദിവസം വന്ന് അഡ്മിറ്റായി ഇന്ന ടെസ്റ്റ് ചെയ്യണം, ഇന്ന ഡയഗ്നോസ് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, ഈ പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ എല്ലാം ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പേഷ്യന്റ് വന്ന് അഡ്മിറ്റ് ആവുന്നതാണോ റൊട്ടീൻ പ്ലാൻഡ് ആയിട്ടുള്ള അഡ്മിഷനെ പറയുന്ന പേരെന്താ? ഒറ്റ വാക്കിൽ പഠിക്കുക. ദ പ്ലാൻഡ് ആയിട്ടുള്ള അഡ്മിഷനെ പറയുന്ന പേരെന്താ? റൊട്ടീൻ അഡ്മിഷൻ. നേരത്തെ മുൻകൂട്ടി പ്ലാൻഡ് ആയിട്ടുള്ള അഡ്മിഷനെ പറയുന്ന പേരെന്താ? റൊട്ടീൻ. എക്സാമിന് മാറിപ്പോകും. റൊട്ടീൻ എന്ന വാക്ക് ഓർമ്മ റൊട്ടീൻ മാത്രം കാണും ഓർമ്മ. ശരിയല്ലേ? റൊട്ടീൻ അല്ലേ? റൊട്ടി മാത്രം ഓർമ്മയാണ്, റൊട്ടീൻ ഓർമ്മ കാണത്തില്ല അല്ലേ? അഡ്മിഷൻ പ്ലാൻഡ് ആണ് എന്ന് വിളിക്കാം. ഒരു അഡ്മിഷൻ അത് മുൻകൂട്ടി പ്ലാൻഡ് ആണ് എന്ന് വിളിക്കാം. ഒരു അഡ്മിഷൻ മുൻകൂട്ടി പ്ലാൻഡ് ആണ്. ഇന്ന ദിവസം വന്ന് ഇന്ന ഡയഗ്നോസ് ടെസ്റ്റ് ചെയ്യുക, ഇന്ന എല്ലാ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി പ്ലാൻഡ് ആയിട്ട് വന്നൊരു പേഷ്യന്റ് അഡ്മിറ്റ് ആയാൽ എന്ത് വിളിക്കാം? നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച്, ഡോക്ടർ മുൻകൂട്ടി തീരുമാനിച്ച് ഈ പേഷ്യന്റ് ഇന്ന ദിവസം വന്ന് എല്ലാ ടെസ്റ്റ് ചെയ്ത് അഡ്മിറ്റ് ആയാൽ എന്ത് അഡ്മിഷനാ? നേരത്തെ മുൻകൂട്ടി ഡോക്ടർ തീരുമാനിച്ച് ഇന്ന ദിവസം വന്ന് ഇന്ന എല്ലാ ടെസ്റ്റും ചെയ്ത് അഡ്മിറ്റ് ആകുക എന്ന് പറയുന്നത് എന്ത് അഡ്മിഷനാ? റൊട്ടീൻ. റൊട്ടീൻ റൊട്ടീൻ റൊട്ടീൻ. കിട്ടിയോ? 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 കിട്ടി. സെക്കൻഡ് ടൈപ്പ് ഓഫ് അഡ്മിഷൻ എന്താ? സെക്കൻഡ് ടൈപ്പ് ഓഫ് അഡ്മിഷൻ ഇസ് എമർജൻസി അല്ലെങ്കിൽ അൺപ്ലാൻഡ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് അഡ്മിഷൻ ഇസ് എമർജൻസി അല്ലെങ്കിൽ അൺപ്ലാൻഡ്. എന്തായിരിക്കും ഇവിടെ? ആർക്ക് പറയാം? ഉത്തരം ഉണ്ടായാലുണ്ട്. അൺപ്ലാൻഡ് അല്ലെങ്കിൽ എമർജൻസി അഡ്മിഷൻ എന്തായിരിക്കും? ആസ് എ വേർഡ് പറയുമ്പോൾ തന്നെ അൺഅവോയ്ഡബിൾ അഡ്മിഷൻ ആണോ? അൺഅവോയ്ഡബിൾ അഡ്മിഷൻ ആണോ? എമർജൻസി അല്ലെങ്കിൽ അൺപ്ലാൻഡ് എന്ന് പറയുമ്പോൾ അൺഅവോയ്ഡബിൾ അഡ്മിഷൻ ആണോ? എവിടെ വെച്ചാ? സ്ഥലം എവിടെയാ? സ്ഥലം എവിടെ വെച്ചാ? ഏത് ഡിപ്പാർട്ട്മെന്റിലാ? ഏതായിരിക്കും ഡിപ്പാർട്ട്മെന്റ്? അൺഅവോയ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ ഏത് ഡിപ്പാർട്ട്മെന്റ് വെച്ചായിരിക്കും? ഇ ഡി അല്ലേ? ഇ ഡി ആരെങ്കിലും കൊടുത്തിട്ട് ഇത് ഇ ഡിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇ ഡി ഉണ്ട്. ചോദിക്കട്ടെ കുഞ്ഞെ, ഈ പറഞ്ഞ ഇത് എമർജൻസിയിലുള്ള അഡ്മിഷൻ അല്ല, ഇത് പ്ലാൻഡ് ആണോടെ? ഇത് ഇ ഡിയിലുള്ള അഡ്മിഷൻ അല്ല, ഇത് പ്ലാൻഡ് ആണോടെ? ഒറ്റ ചോദ്യം. ഇ ഡിക്കകത്തുള്ള അഡ്മിഷൻ അല്ല, പ്ലാൻഡ് ആണോടെ? നേരത്തെ മുൻകൂട്ടി നീ വാ, നിന്നെ ഈ ടെസ്റ്റ് എല്ലാം ചെയ്യാം, അഡ്മിറ്റ് ആവും എന്ന് പറയുന്നതാണോ? അല്ലല്ലോ, അൺപ്ലാൻഡ് അല്ലേ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ അഡ്മിഷനും അൺപ്ലാൻഡ് അല്ലേ? അൺപ്ലാൻഡ് മാത്രമല്ല, അൺഅവോയ്ഡബിൾ ആണോ? അൺഅവോയ്ഡബിൾ സിറ്റുവേഷനിൽ വരുന്നതാണോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അഡ്മിഷൻ എല്ലാം അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള അഡ്മിഷൻ ആണോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അഡ്മിഷൻ എല്ലാം അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അഡ്മിഷൻ അല്ലേ? എമർജന്റ് അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അഡ്മിഷൻ അല്ലേ? ശരിയല്ലേ? ഇത് എമർജന്റ് അല്ലെങ്കിൽ അൺപ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അഡ്മിഷൻ അല്ലേ? അതാണ് സെക്കൻഡ് ടൈപ്പായ എമർജന്റ് അല്ലെങ്കിൽ അൺപ്ലാൻഡ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇന്ന ദിവസം പേഷ്യന്റിനോട് ഇന്ന പ്രൊസീജിയർ ചെയ്യണം, ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ടൈപ്പ്. ഇന്ന ദിവസം വന്നാൽ മതി, ഈ ദിവസം വന്നാൽ മതി, ഇന്ന ടെസ്റ്റ് നമുക്ക് ചെയ്യണം, ഇന്ന പ്രൊസീജിയർ ചെയ്യാനുണ്ട് എന്ന് പറയുന്നത്. ഈ ദിവസം നിങ്ങൾ വന്നാൽ മതി, നമുക്ക് ഈ ടെസ്റ്റ് എല്ലാം ചെയ്യാം, ഇന്ന എല്ലാം ചെയ്യാം. അതെന്താ? ഏതാ? റൊട്ടീൻ ആണോ? റൊട്ടീൻ അല്ലേ? പക്ഷെ ഒരു രാത്രി അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഒരു പേഷ്യന്റ് വന്നെന്താ? ഒരു രാത്രി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത എമർജന്റ്
അനുഭവം ഉണ്ടോ ആരെങ്കിലും? അനുഭവം ഉണ്ടോ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സിറ്റുവേഷൻ ഉണ്ടോട്ടെ അങ്ങോട്ടോടെ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവരക്കില്ല. രാത്രി 1 മണിക്ക്, രാത്രി 1 മണിയായപ്പോ കാഷ്വാലിറ്റിയിൽ വന്നു അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ശരിയല്ലേ? രാത്രി 1 മണിക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വന്നില്ലേ? ഉണ്ടോ? അനുഭവം ഉണ്ടോ? രാത്രി 1-2 മണിയായി, നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ പേഷ്യന്റിനെ. ഉണ്ടോ? അൺഅവോയ്ഡബിൾ അഡ്മിഷൻ അറ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇസ് കാൾഡ് എന്താ? അൺഅവോയ്ഡബിൾ അഡ്മിഷൻ അറ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇസ് കാൾഡ് എന്ത് വിളിക്കാം? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അഡ്മിഷനെ വിളിക്കുന്ന പേരെന്താ? ചോദ്യം വരും. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അഡ്മിഷനെ വിളിക്കുന്ന പേരെന്താ? എമർജന്റ് അഡ്മിഷൻ അല്ലേ? എമർജന്റ് അഡ്മിഷൻ അല്ലെങ്കിൽ എന്ത് വിളിക്കാം? അനദർ നെയിം എന്താ? അൺപ്ലാൻഡ് ആണോ? അൺപ്ലാൻഡ് ആണോ? പ്ലാൻഡ് ആണോ? അൺപ്ലാൻഡ് അല്ലേ? 2 ടൈപ്പ് കിട്ടിയോ? 2 ടൈപ്പ് അഡ്മിഷൻ കിട്ടിയോ? ആരെങ്കിലും കഴിഞ്ഞ 5 വർഷമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ആരെങ്കിലും കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഈ പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഞാൻ ഈ പഠിപ്പിച്ച കാര്യം ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അധികം പഠിക്കാൻ ചാൻസ് കുറവല്ലേ? ഇല്ല, അധികം ആരും പഠിക്കാൻ കഴിയുമല്ലേ? കാരണം ഇത്രയും വർഷമായിട്ട് ചോദ്യമില്ലായിരുന്നു. പക്ഷെ ഇനിയുള്ള എക്സാമിന് അഡ്മിഷൻ ഡിസ്ചാർജ് ചോദിക്കും. ഇനിയുള്ള എക്സാംസിന് അഡ്മിഷൻ ഡിസ്ചാർജ് ചോദിക്കും. അത് ഉറപ്പാണ്. പഠിക്കുക. 2 ടൈപ്പ് കിട്ടിയെങ്കിൽ 3ാമത്തെ ടൈപ്പ് ഏതാ? ഇലക്ടീവ് അല്ലെങ്കിൽ പ്ലാൻഡ് അഡ്മിഷൻ. 3ാമത്തെ ടൈപ്പ് ഏതാ? ഇലക്ടീവ് അല്ലെങ്കിൽ പ്ലാൻഡ് അഡ്മിഷൻ. ഇലക്ടീവ് അല്ലെങ്കിൽ പ്ലാൻഡ് അഡ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്? EAPA അല്ലെ? ഇലക്ടീവ് അഡ്മിഷനും പ്ലാൻഡ് അഡ്മിഷനും. EAയും PA എന്തായിരിക്കും ഇവിടെ? ഇവിടെ എന്തായിരിക്കും? എന്തായിരിക്കും ഇലക്ടീവ് അല്ലെങ്കിൽ പ്ലാൻഡ് അഡ്മിഷൻ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് എക്സാമ്പിൾ. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ എക്സാമ്പിൾ പറയാം. കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസമോ 10 മാസമോ കഴിഞ്ഞ ആൾക്ക് എന്താ പറയാം? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെലിവറി ഇലക്ടീവ് ആണോ? ഡെലിവറി പ്ലാൻഡ് അഡ്മിഷൻ അവിടെ. ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞവർ മാത്രം പറയുക. ഡെലിവറി സിസേറിനാണെങ്കിൽ 3-4 ദിവസം മുൻപേ ഡോക്ടർ നോക്കാറില്ലേ? ഡെലിവറി ആണെങ്കിൽ, സിസേറിനാണെങ്കിൽ 3-4 ദിവസം മുൻപ് ഡോക്ടർ നോക്കും. എന്ത് നോക്കും? ബെഡിന്റെ അവൈലബിലിറ്റി അല്ലേ? ബെഡിന്റെ അവൈലബിലിറ്റി നോക്കാറുണ്ട്. ഹോസ്പിറ്റലില് ഇപ്പൊ ബെഡ് വേക്കന്റ് ആണോ, അഡ്മിറ്റ് ചെയ്യണോ നോക്കാറുണ്ടോ? സിസേറിനൊക്കെ ആണെങ്കിൽ ഡോക്ടർ നോക്കാറുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിനകത്ത് ഈ പറയുന്ന പേഷ്യന്റിന് വേണ്ടിയുള്ള ബെഡിന്റെ അവൈലബിലിറ്റി ഉണ്ടോ? അറിയാമോ? ഒന്നും അറിയാമോ ആർക്കെങ്കിലും? സിസേറിനൊക്കെ ആണെങ്കിൽ എന്താണ് ആ ഡോക്ടർ നോക്കാറുണ്ട്. ആ ഹോസ്പിറ്റലിനകത്ത് ഇപ്പൊ എന്ത് ബെഡ് അവൈലബിൾ ആണോ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഓർത്തോപീഡിക് സർജറിയിൽ ഓർത്തോ സർജറീസിനും ഇതുപോലെ തന്നെ ബെഡ് അവൈലബിൾ നോക്കാറുണ്ടല്ലോ. ഓർത്തോ സർജറീസ് ആയാലും എന്ത് ഡെലിവറി ആയാലും അതുപോലെ തന്നെ കാർഡിയക് പേഷ്യന്റ് ആയാലും കാർഡിയക് സർജറീസ് ആയാലും അഡ്മിഷൻ നോക്കുമ്പോൾ ബെഡിന്റെ അവൈലബിലിറ്റി എപ്പോഴും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അവൈലബിലിറ്റി എപ്പോഴും നോക്കാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താ? ഇലക്ടീവ് അല്ലെങ്കിൽ പ്ലാൻഡ് അഡ്മിഷൻ അല്ലേ? ഇലക്ടീവ് അല്ലെങ്കിൽ പ്ലാൻഡ് അല്ലേ? നേരത്തെ തന്നെ ഫിസിഷ്യൻ നോക്കും. അഡ്മിഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഫിസിഷ്യൻ നോക്കും ആ ഒരു പേഷ്യന്റിന് വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിനകത്ത് ബെഡ് റിസർവ്ഡ് ആണോ, അവൈലബിൾ ആണോ, ആ ഒരു ദിവസത്തേക്ക് വേണ്ടി പേഷ്യന്റിന് ബെഡ് അവൈലബിൾ ആണോ എന്ന് നോക്കാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താ? ഇലക്ടീവ് അല്ലെങ്കിൽ പ്ലാൻഡ് അഡ്മിഷൻ. മറക്കരുത്. ഏറ്റവും പ്രധാനമായിട്ട് ഡെലിവറി സമയത്തും ഓർത്തോ സർജറീസിനും കാർഡിയക് സർജറീസിനും എപ്പോഴും ബെഡ് അവൈലബിലിറ്റി മസ്റ്റ് ആയിട്ട് നോക്കാറില്ലേ? ശരിയല്ലേ?
നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ നോക്കി അറിയാം. കാർഡിയക് പേഷ്യന്റ് ആയാലും ശരി, ഓർത്തോ പേഷ്യന്റ് ആയാലും ശരി, OB പേഷ്യന്റ് ആയാലും ശരി, ഒരു ബെഡ് എപ്പോഴും ഇല്ലേ. വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ നോക്കി അറിയാം. കാർഡിയക് പേഷ്യൻസിനും ഓർത്തോ പേഷ്യൻസിനും അത് ഡെലിവറി പേഷ്യൻസിനും ഈ പറഞ്ഞ ബെഡ് ഒക്കെ അല്ലേ എപ്പോഴും, ശരിയല്ലേ? എപ്പോഴായാലും കാർഡിയക് പേഷ്യന്റിനും ഓർത്തോ പേഷ്യന്റിനും ആൻഡ് ഡെലിവറി പേഷ്യന്റിനും ഇന്ന് ബെഡ് അവൈലബിൾ അല്ലേ. അല്ലാതെ ഒരാൾ പോലും തറയിൽ കിടക്കാറില്ലല്ലോ. കാർഡിയക് പേഷ്യന്റ് തറയിൽ കിടക്കാറില്ല, തറയിൽ കിടക്കാറില്ല. ഓർത്തോ പേഷ്യന്റ് തറയിൽ കിടക്കാറില്ല. OB പേഷ്യന്റ് തറയിൽ കിടക്കാറുണ്ടോടെ? ഉണ്ടോടെ? ഉണ്ടോടെ? ഇല്ല. അപ്പൊ എന്ത് വിളിക്കാം? പ്ലാന്റ് അഡ്മിഷൻ. അതൊക്കെല്ലാം ഓർത്തോ ആയാലും കാർഡിയാക് ആയാലും ഗൈനക്കോളജിയിൽ എപ്പോഴും പ്ലാന്റ് ആയിരിക്കും അല്ലേ. നിങ്ങൾക്ക് തന്നെ അറിയാം, കല്യാണം കഴിഞ്ഞവർക്കറിയാം, നിങ്ങൾ ഡെലിവറിക്ക് പോകുന്ന മുമ്പേ ഇത്ര ദിവസം മുമ്പേ അഡ്മിറ്റ് ആവാറില്ലേ? ഡെലിവറിക്ക് പോകുന്ന മുമ്പേ ഇത്ര ദിവസം മുമ്പ് അഡ്മിറ്റ് ആവാറില്ലേ? ഉണ്ടോ ആരെങ്കിലും? ആരും മേഡല്ലേ? ആരും മാരീഡ് അല്ലേ? നോക്കട്ടെ, ആരും മേഡല്ലേ? ഉണ്ടോ ആരെങ്കിലും? ഉണ്ടല്ലോ. ഇത്ര ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ടോ? ഈ പറഞ്ഞ 2-3 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇവിടെ ഉണ്ട്. പ്ലാന്റ് അല്ലേ അത് പ്ലാന്റ് അല്ലേ? ഇത്ര ദിവസം മുമ്പ് ഫിസിഷ്യൻ പ്ലാന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്റ്റീവ് അല്ലേ? ഇലക്റ്റീവ് അല്ലേ? പ്ലാന്റ് അഡ്മിഷൻ അല്ലേ? 3 ടൈപ്പ് കിട്ടിയോ? 3 ടൈപ്പ് ഓഫ് അഡ്മിഷൻ കിട്ടിയോ? 3 ടൈപ്സ് ഓഫ് അഡ്മിഷൻ കിട്ടിയോ? കിട്ടി. നാലാമത്തെ ടൈപ്പ് ഏതാ? മെഡിക്കോ ലീഗൽ ഇഷ്യൂസ് റിലേറ്റഡ് അഡ്മിഷൻ. മെഡിക്കോ ലീഗൽ റിലേറ്റഡ് അഡ്മിഷൻ എന്ന് പറയാൻ എന്താ? കണ്ടു കാണും ആരൊക്കെ കാഷ്വാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ആരൊക്കെ കാഷ്വാലിറ്റി വർക്ക് ചെയ്യുന്നെങ്കിലും ഉണ്ടോ ആരെങ്കിലും? എനിവൺ കാഷ്വാലിറ്റി ഉണ്ടോ അവിടെ? ഉണ്ടോ അവിടെ? അനുപേ ചോദിക്കട്ടെ, ചോദിക്കട്ടെ, ചോദിക്കട്ടെ. ഇത് പറയുന്ന ചോദിക്കട്ടെ. റൊട്ടീൻ അഡ്മിഷൻ മാറ്റി വെക്കാൻ പറ്റും? റൊട്ടീൻ അഡ്മിഷൻ മാറ്റി വെക്കാൻ പറ്റും? റൊട്ടീൻ അഡ്മിഷൻ മാറ്റി വെക്കാൻ പറ്റും? ആദ്യം ചോദിക്കട്ടെ. റൊട്ടീൻ അഡ്മിഷൻ മാറ്റി വെക്കാൻ പറ്റും? ഇപ്പോൾ ഹോസ്പിറ്റലിന്റെയും ഡോക്ടറിന്റെയും പറ്റൂടെ? പറ്റും. പക്ഷേ ഒരു എമർജൻസി മാറ്റി വെക്കാൻ പറ്റുമോ? ഇത് എമർജൻസി മാറ്റി വെക്കാൻ പറ്റുമോ? പറ്റൂടെ? ഇല്ല. പക്ഷെ ഇലക്ടീവും ആൻഡ് പ്ലാന്റും മാറ്റി വെക്കാൻ പറ്റും? ഇലക്ടീവും ആൻഡ് പ്ലാന്റ് മാറ്റി വെക്കാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തൂടെ? ഇലക്ടീവും പ്ലാന്റും വേണമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തൂടെ? ഇലക്ടീവും പ്ലാന്റും വേണമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാമല്ലോ, മറക്കരുത്. ഇലക്ടീവും പ്ലാന്റും വേണമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാം. 4ാമത്തെ ടൈപ്പ് ഇതാ, മെഡിക്കോ ലീഗൽ റിലേറ്റഡ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി പേഷ്യന്റ് ഇവിടെ എന്തിനാണ് അഡ്മിറ്റ് ആവുന്നത്? മെഡിക്കോ ലീഗലിനകത്ത് പേഷ്യന്റ് ഇവിടെ എന്തിനാണ് അഡ്മിറ്റ് ആവുന്നത്? എന്തിനാണ് മെഡിക്കോ ലീഗൽ ഇഷ്യൂസിന് വേണ്ടി പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്നത്? ഇത് MLS ആണ്. ഇത് MLS ആണ്. ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ ഫേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ അഡ്മിറ്റ് ആവുന്നത്. ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ സമയത്ത് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയാണോ? അറിയോ ആർക്കെങ്കിലും? ലീഗൽ ഇഷ്യൂസിന് വേണ്ടി പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്നത്, ഒരു കേസ് നടത്താൻ വേണ്ടി അഡ്മിറ്റ് ആവുന്ന ആൾ കണ്ടിട്ടുണ്ടോ? ഒരു കേസ് നടത്താൻ വേണ്ടി മാത്രം അഡ്മിഷൻ എടുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടോടെ? ആരുണ്ടോ? തൊട്ടപ്പുറത്തെ ആൾക്ക് കാണാം, തൊട്ടപ്പുറത്തോ അതിന്റെ അപ്പുറത്തോ ആൾക്കാർ കാണാം. ഒരു കേസ് നടത്താൻ വേണ്ടി മാത്രം എന്നെ അവൻ ഇടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിലും ആരെങ്കിലും എവിടെയും കണ്ടിട്ടുണ്ടോ? ഒരു കേസ് നടത്താൻ വേണ്ടി വെക്കാതെ എന്ത് പ്രശ്നം എനിക്ക് അറിയണം? എന്ത് വസ്തുതത്വം അല്ലേ?
മിക്കവാറും എപ്പോഴും എന്താ വസ്തു തർക്കമല്ലേ, ശരിയല്ലേ? മിക്കവാറും ഈ പറഞ്ഞ വസ്തു തർക്കമല്ലേ, വസ്തുവിന് തർക്കമല്ലേ. എന്നെ അവൻ അടിച്ചു, ഞാൻ അവിടെ പോയപ്പോൾ എന്നെ അടിച്ചു ഈ സാഹചര്യം പറഞ്ഞ് അഡ്മിറ്റ് ആവില്ലേ? അവിടെ ഇല്ലേ മെഡിക്കോ ലീഗലിനകത്ത് അഡ്മിഷൻ തീരുമാനിക്കുന്ന ആരാടെ? അഡ്മിഷൻ തിരിക്കാൻ ആരാ? ചീഫ് മെഡിക്കൽ ഓഫീസർ ആണോ? ചീഫ് മെഡിക്കൽ ഓഫീസർ ആണോ? എപ്പോഴും പാതിരാത്രിയിലായാലും, രാത്രി 1 മണിയായി അടിയായി അല്ലെ, രാത്രി 1 മണിയായി അടിയ വന്നു, അറിയാൻ മറക്കില്ലും കാഷ്വാലിറ്റിക്കകത്ത്, അറിയാൻ മറക്കില്ലും കാഷ്വാലിറ്റിക്ക് അറിയാമോ കാര്യം? കാഷ്വാലിറ്റിക്കകത്ത് ഇത് എഴുന്നറിയാമോ? കാഷ്വാലിറ്റിക്കകത്ത് രാത്രി സമയങ്ങളിൽ ഇത് എഴുന്നറിയാൻ മറക്കില്ലും ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ കാഷ്വാലിറ്റിക്കകത്ത്? കാഷ്വാലിറ്റിക്കകത്ത് ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? അറിയാൻ മറക്കില്ലും. രാത്രിയായാലും പകലായാലും എഴുതാറുണ്ടല്ലേ, രാത്രിയായാലും പകലായാലും എഴുതുന്നുണ്ട്. ഉണ്ടോടെ ഉണ്ടോടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ഇവിടെ അഡ്മിഷൻ തീരുമാനിക്കുന്ന ആരാ? ദ ചീഫ് മെഡിക്കൽ ഓഫീസർ മാത്രമാണോ? എന്റെ ചോദ്യം ഇതാണ്, ദ മെഡിക്കോ ലീഗൽ ഇഷ്യൂസിനകത്ത് അഡ്മിഷൻ തീരുമാനിക്കുന്നത് ദ ചീഫ് മെഡിക്കൽ ഓഫീസർ മാത്രമാണോ? അതോ ഉണ്ടോ? ആ ഒരാളാരാ? ആ ഒരാളാരാ? പോലീസ് ആണോ? ആണോ? എപ്പോഴും ദ മെഡിക്കോ ലീഗൽ കേസസിൽ അഡ്മിഷൻ തീരുമാനിക്കുന്നത് ആര് മാത്രമല്ല? ചീഫ് മെഡിക്കൽ ഓഫീസർ മാത്രമല്ല, പോലീസ് കൂടെ ഉണ്ട്. പോലീസും അതുപോലെ തന്നെ ദ ചീഫ് മെഡിക്കൽ ഓഫീസറും രണ്ടുപേരും ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ഒരു പേഷ്യനെ അഡ്മിറ്റ് ചെയ്ത് വിളിക്കാം. പോലീസും ദ ചീഫ് മെഡിക്കൽ ഓഫീസറും ചേർന്ന് തീരുമാനം എടുത്തുകൊണ്ട് ഒരു പേഷ്യനെ അഡ്മിറ്റ് ചെയ്ത് വിളിക്കാം. മെഡിക്കോ ലീഗൽ അഡ്മിഷൻ അല്ലേ? 2 പേരാണ്, പോലീസും ദ ചീഫ് മെഡിക്കൽ ഓഫീസർ ചേർന്ന് 2 പേരും ചേർന്ന് അഡ്മിഷൻ എടുത്ത് എന്ന് വിളിക്കാടെ, എന്ന് വിളിക്കാം മെഡിക്കോ ലീഗൽ ഇഷ്യൂസ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 4 ടൈപ്സ് ഓഫ് അഡ്മിഷൻ ആണ് അല്ലേ? ഹോസ്പിറ്റലിൽ എപ്പോഴും വരുന്നത് 4 ടൈപ്പ് ഓഫ് അഡ്മിഷൻ ആണ്. ഫസ്റ്റ് വൺ ഏതാ? റൊട്ടീൻ അല്ലേ? ഫസ്റ്റ് വൺ ഈസ് ഏതാ? റൊട്ടീൻ അഡ്മിഷൻ. ഒരു പ്രസന്റിങ് പ്രോബ്ലം ലൈക്ക് ഒരു പനിയായി വന്നു, ഇതിന്റെ ബ്ലഡ് ഒക്കെ നോക്കി വരാൻ പറഞ്ഞു, ടെമ്പറേച്ചർ നോക്കിയ ശേഷം അഡ്മിറ്റ് ചെയ്ത് വിളിക്കാം. ഒരു പനിയായിട്ട് വന്നു, പേഷ്യന്റ് എല്ലാ എന്താണ് ഇപ്പൊ ലാബ് റിപ്പോർട്ട് നോക്കി ടെമ്പറേച്ചർ നോക്കി അഡ്മിറ്റ് ആകാൻ പറഞ്ഞ എന്താ? റൊട്ടീൻ ആണോ? പേഷ്യന്റെ പനിയെല്ലാം നോക്കി ലാബ് റിപ്പോർട്ട് നോക്കി അഡ്മിറ്റ് ചെയ്ത് വിളിക്കാം. റൊട്ടീൻ ആണോ? ആണല്ലേ? റൊട്ടീൻ അല്ലേടെ, ശരിയല്ലേ? റൊട്ടീൻ അല്ലേ? പറയല്ലേ, നോക്കട്ടെ പറയ. ആക്സിഡന്റ് ആയി വന്നാലോ? എന്തായിരിക്കൂടെ? എമർജന്റ് അല്ലേ? അൺപ്ലാൻഡ് അല്ലേ? യെസ്. ഇനി അടിപിടിയെ വന്നാലോടെ? അടിപിടിയെ വന്നെന്ന് വിളിക്കാം. അടിപിടിയെ വന്ന് അഡ്മിറ്റ് വിളിക്കാം. മെഡിക്കോ ലീഗൽ അല്ലേ? അടിച്ചും പിടിച്ചും നിങ്ങൾ 2 സ്റ്റാഫ് നേഴ്സുമാർ 2 പെൺകുട്ടികൾ നമ്മൾ അടിച്ചു എന്താ വിളിക്കാടെ? മെഡിക്കോ ലീഗൽ അല്ലേ? ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടോ? ഇല്ല, അടിക്കുക കേട്ടോ. സോ അഡ്മിഷൻ ക്ലിയർ ആയി. അഡ്മിഷൻ എന്ന ചാപ്റ്റർ ക്ലിയർ ആയി. ഒരു ചോദ്യം ചോദിക്കും, അഡ്മിഷൻ കിട്ടിയോ? 4 ടൈപ്പ് കിട്ടിയോ? 4 ടൈപ്സ് ഓഫ് അഡ്മിഷൻ കിട്ടിയോ? അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, അവസാനം എന്താ? ഡിസ്ചാർജ് അല്ലേ? അഡ്മിഷൻ കഴിഞ്ഞു, ലാസ്റ്റ് എന്താ? ഡിസ്ചാർജ് അല്ലേ? അഡ്മിഷൻ കഴിഞ്ഞു, ലാസ്റ്റ് എന്താ? ഡിസ്ചാർജ്. നോക്കാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? അടുത്ത ഹെഡിങ് കിട്ടോ? ദ ഡിസ്ചാർജ്. ഒരേ ദിവസം തന്നെ അഡ്മിഷൻ ഡിസ്ചാർജ് അല്ലേ? ഒരേ ദിവസം തന്നെ പേഷ്യന്റിനെ അഡ്മിഷൻ ഡിസ്ചാർജ്. ഒരേ ദിവസം തന്നെ പേഷ്യന്റിന് അഡ്മിഷൻ ഡിസ്ചാർജ്. പഠിച്ച് പാസ്സായില്ലെങ്കിൽ ഒരേ ദിവസം തന്നെ അഡ്മിറ്റ് ചെയ്യാം, ഡിസ്ചാർജും ചെയ്യാം. ശരിയല്ലേ? പഠിച്ച് പാസ്സായില്ലെങ്കിൽ എക്സാം കഴിയുമ്പോൾ ഒരേ ദിവസം തന്നെ അവിടെ ബോധം കെട്ട് വീണ് അഡ്മിറ്റും ആക്കാം. രാത്രിയാകുമ്പോൾ ഇതിന്റെ ബോധം വരികയും ചെയ്യും. തിരിച്ച് ഹസ്ബൻഡോ അച്ഛനോ അമ്മയോ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ശരിയല്ലേ?
പഠിച്ചില്ലെങ്കിൽ എക്സാം കഴിയുമ്പോൾ ആ ഒരു എക്സാം കഴിയുന്ന സമയത്ത് ബോധം കെട്ട് വീണ് നേരെ അഡ്മിറ്റ് ആക്കുകയും രാത്രിയാകുമ്പോൾ അച്ഛനെ വിളിച്ച് ഡിസ്ചാർജ് ആക്കി ചെയ്യൂടെ. പഠിച്ചില്ലെങ്കിൽ എക്സാം കഴിയുമ്പോൾ ബോധം കെട്ട് വീണ് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കുകയും രാത്രിയാകുമ്പോൾ അച്ഛനും അമ്മയും വന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് വന്ന് വിളിച്ച് പോട്ടെ നോക്കാം, അടുത്ത തവണ നോക്കാം എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകും. ശരിയല്ലേ? എക്സാം കഴിഞ്ഞ് പഠിച്ചില്ലെങ്കിൽ തലയിറങ്ങി വീണ് അവിടെ കിടന്ന് എടുത്തുകൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് രാത്രിയാകുമ്പോൾ ഹസ്ബൻഡോ അച്ഛനോ അമ്മയോ ബ്രദറോ വന്ന് സിസ്റ്ററോ വന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോകും. അഡ്മിഷനോ ഡിസ്ചാർജ് ആയി. അതേസമയം നന്നായിട്ട് പഠിച്ച് കറക്റ്റ് 90 നമ്മൾ എഴുതിയപ്പോഴും ബോധം കെട്ട് വീണു, അഡ്മിറ്റായി, അത് ഡിസ്ചാർജ് ആയി. രണ്ടും ഒരുപോലെ അല്ലേ? നന്നായിട്ട് പഠിച്ചു, എല്ലാം എഴുതാൻ പറ്റി, ബോധം കെട്ട് വീണു. എല്ലാം എഴുതാൻ പറ്റിയിട്ടും ബോധം കെട്ട് വീണു. എനിക്ക് എല്ലാം മാർക്ക് കിട്ടിയല്ലോ എന്നും പറഞ്ഞ് ബോധം കെട്ട് വീണു. അവിടെയും അഡ്മിഷനുമായി, രാത്രിയായപ്പോ ഡിസ്ചാർജ് ആയി. രണ്ടും ഏകദേശം ഒരുപോലെ അല്ലേ? അവിടെയും ഉണ്ട് അഡ്മിഷൻ, അവിടെയും ഉണ്ട് ഡിസ്ചാർജ്. പക്ഷേ അതിൽ ഏത് വേണം തീരുമാനിച്ചോ? ഏത് വേണം? ഇത് ഫസ്റ്റ് സിനാരിയോ ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് സിനാരിയോ ആണോ സെക്കൻഡ് ആണോ? തീരുമാനം നിങ്ങളുടെതാണ്. ഞാൻ രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. രണ്ടും നിങ്ങളുടെ അതുപോലെ ഇരിക്കും. ഏതുപോലെ രീതി. നന്നായി പഠിച്ച് പാസ്സായി, 90 മേളിൽ എഴുതി, എനിക്ക് എല്ലാം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ബോധം കെട്ട് വീണ് ആശുപത്രിയിൽ പോകണോ? ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബോധം കെട്ട് ആശുപത്രി പോകണോ? പറഞ്ഞേടേ. എല്ലാം കിട്ടി എന്ന് പറഞ്ഞ് ബോധം കെട്ട് ആ ബെഞ്ച്, സ്കൂളിൽ ഇപ്പൊ എക്സാം എഴുതാൻ ആ ബെഞ്ചിൽ നിന്ന് തല ഇറങ്ങി താഴെ വീണോ? ഒന്നും എഴുതാതെ തല താഴെ വീണോ? ഏത് വേണം? എല്ലാം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെഞ്ചിൽ നിന്ന് ബോധം കെട്ട് വീണോ? അതോ ഒന്നും എഴുതാതെ ബോധം കെട്ട് വീണോ? ഡിപ്പെൻഡ് ഓൺ യു അല്ലേ? നിങ്ങളുടെ തീരുമാനം പോലെ ഇരിക്കും അല്ലേ? സോ അടുത്തെന്താ? ഡിസ്ചാർജ് ചെയ്യട്ടെ. അഡ്മിഷൻ പറഞ്ഞു, ഏ ചൂസ് ചെയ്തു? ഫസ്റ്റ് സെക്കൻഡ്? അഡ്മിഷനിൽ ഏ ചൂസ് ചെയ്തു? അഡ്മിഷനിൽ ഫസ്റ്റോ സെക്കൻഡ് ചൂസ് ചെയ്തു? അഡ്മിഷൻ പറഞ്ഞപ്പോൾ ഏ ചൂസ് ചെയ്തു? ഫസ്റ്റ് സെക്കൻഡ്. ആൻഡ് ഡിസ്ചാർജ് എന്തായിരിക്കും? ആ ബെഡിൽ കിടക്കാൻ പോലും ആ ക്വസ്റ്റ്യൻ നോക്കും, 1 തൊട്ട് 100 എണ്ണി നോക്കും. എനിക്ക് ഈ മാർക്ക് കിട്ടിയോ? തെറ്റായി പോയോ? അനുഭവമുണ്ടോ? എക്സാം കഴിഞ്ഞ് വിടുന്ന ശേഷം ശരി, 1 ശരി, 1 തൊട്ട് 10 ശരി, തെറ്റ്, വീണ്ടും ശരി, എല്ലാം ശരി. അവസാനം ഇപ്പൊ 50 തൊട്ട് 100 തെറ്റ്. അറിയില്ല ആ സിറ്റുവേഷൻ? അറിയാമോ? ഉണ്ടോ ആരെങ്കിലും? ഉണ്ടോ? സോ ഡിസ്ചാർജ് എന്താ? ആശുപത്രിയിൽ നിന്നും ക്ലയന്റിനെ റിലീവ് ചെയ്യുന്ന പ്രോസസ് വിളിക്കപ്പെടുന്ന ഹോസ്പിറ്റലിൽ നിന്നും ക്ലയന്റിനെ റിലീവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ഒരു ഹോസ്പിറ്റലിൽ നിന്നും പേഷ്യന്റിനെ റിലീവ് ചെയ്യുന്ന പ്രോസസ് ഡിസ്ചാർജ് അല്ലേ? ശരിയല്ലേ? ആശുപത്രികളിൽ നിന്നും ക്ലയൻസിനെ റിലീവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ഡിസ്ചാർജ് എന്ന് വിളിക്കാം. ശരിയല്ലേ? ഡിസ്ചാർജ് ശരിയല്ലേ? അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എന്തായോ? ഒരാളെ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഹോസ്പിറ്റൽ എന്തായോ? ഒരാളെ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഹോസ്പിറ്റൽ കെയർ എന്തായോ? ഒരാളെ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഹോസ്പിറ്റൽ കെയർ എന്തായോ? ഇല്ല. പൂർണ്ണമായി എന്റെ അവിടെ ഒരാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ട് കെയർ എന്തായോ? ഇല്ല. നമുക്ക് ഒരു പേഷ്യന്റിന് പൂർണ്ണമായുള്ള കപ്പാസിറ്റി തോന്നുമ്പോഴല്ലേ, ശരിയല്ലേ, സ്വന്തമായി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ പേഷ്യന്റിന് സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് അറിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത്.
ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരാളുടെ സഹായം കൂടാതെ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പ് വരുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്, ശരിയല്ലേ? ഇപ്പൊ ചോദിക്കും, എന്താണ് ദ പർപ്പസ് ഓഫ് ഡിസ്ചാർജ്? എന്താ എന്താണ് ദ പർപ്പസ് ഓഫ് ദ ഡിസ്ചാർജ്? എന്താ എന്താണ് പർപ്പസ് ഓഫ് ദ ഡിസ്ചാർജ്? എന്താ ഒരു ഡിസ്ചാർജ് പർപ്പസ്? എന്താ ഡിസ്ചാർജിന്റെ മെയിൻ പർപ്പസ്? എന്താ? അവിടെ ഒരു സൂപ്പർവൈസ്ഡ് കെയർ വേണം. ദ ഡിസ്ചാർജിന്റെ മെയിൻ പർപ്പസ് ആയിട്ട് ദ ക്ലയന്റ് ഓൺ ദ റിക്കവറി ആണ്. പക്ഷേ സൂപ്പർവൈസ്ഡ് കെയർ വേണോ? വേണോ? സാധാ കെയർ വേണ്ടേ? സാധാ കെയർ വേണം, പക്ഷെ സൂപ്പർവൈസ് കെയർ വേണോ? നോർമൽ കെയർ ഫാമിലി മെമ്പേഴ്സ് വേണ്ടേ? നോർമൽ കെയർ ഫാമിലി മെമ്പേഴ്സ് ചെയ്യണം, പക്ഷെ സൂപ്പർവൈസ് കെയർ വേണോ? ഒരാളെ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് കഴിഞ്ഞാൽ സൂപ്പർവൈസ് വേണോ? ഹോസ്പിറ്റലിനകത്തല്ലേ എപ്പോഴും സൂപ്പർവൈസ്ഡ് വേണ്ടത്? ഹോസ്പിറ്റലിനകത്തല്ലേ എപ്പോഴും സൂപ്പർവൈസ്ഡ് വേണ്ടത്? ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിനകത്തല്ലേ സൂപ്പർവൈസ്ഡ് വേണ്ട. പക്ഷേ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ സൂപ്പർവൈസ്ഡ് കെയർ വേണ്ട. നോർമൽ കെയർ ഫാമിലി മെമ്പേഴ്സ് കൊടുത്താൽ മാത്രം. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ അത് ഫസ്റ്റ് പർപ്പസ് ആയി. സെക്കൻഡ് എന്താ? ടു റെഡ്യൂസ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയല്ലേ എപ്പോഴും നമ്മൾ എപ്പോഴും രണ്ടാമത് ചെയ്യുന്നത്? എന്താ? ഹോസ്പിറ്റൽ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ഡിസ്ചാർജ് ചെയ്യാറുണ്ടോ? ഹോസ്പിറ്റൽ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ഡിസ്ചാർജ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? അറിയാം, പറഞ്ഞില്ലേ? ഹോസ്പിറ്റൽ എക്സ്പെൻസ്, കയ്യിലുള്ള പൈസ ഇനി കിടന്നാൽ തികയില്ല. ശരിയല്ലേ? അക്കൗണ്ടിലുള്ള പൈസ ഇനി ഈ പറഞ്ഞ പ്രൈവറ്റ് ബസ് കിടന്നു കഴിഞ്ഞാൽ തികയില്ല. ശരിയല്ലേ? ആർക്ക് അനുഭവം ഉണ്ടോ? ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഈ കയ്യിലുള്ള പൈസ ഇനി ഇവിടെ കിടന്നാൽ തികയില്ല, ഞാൻ കടം വാങ്ങേണ്ടി വരും. ഉണ്ടോ? സത്യം പറയട്ടെ, സത്യം പറയെങ്കിൽ എന്റെ കയ്യിലുള്ള പൈസ ഇനി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ തികയില്ല. ആരും പറയില്ല, ആരും പറയില്ല. ആരും പറയോ? ആരും നോക്കട്ടെ, എപ്പോഴും അനുഭവം. ഇനി ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള പൈസ ഇനി തികയില്ല. ഈ പറഞ്ഞ ഹോസ്പിറ്റൽ എക്സ്പെൻസിന് വേണ്ടി ഇനി എന്റെ കയ്യിൽ ഈ പൈസ തികയില്ല. അതുകൊണ്ട് ഞാൻ ഡിസ്ചാർജ് വാങ്ങി പോവാറുണ്ട്. ആരും കണ്ടിട്ടുണ്ടെങ്കിലും, ആരെങ്കിലും കണ്ടിട്ടെങ്കിലും ഉണ്ടോ? എനി പേഷ്യന്റ് ഇനി ഞാൻ കിടന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിലെ പൈസ തികയില്ല, അതുകൊണ്ട് ഞാൻ ഡിസ്ചാർജ് വാങ്ങി പോവാം. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. റെഡ്യൂസ് ദ ഹോസ്പിറ്റൽ എക്സ്പെൻസിന് വേണ്ടി ഡിസ്ചാർജ് വാങ്ങി പോകാറുണ്ട്. അതും ഒരു പർപ്പസ് അല്ലേ? അതും ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പെൻസ് മാത്രമല്ല, വേറെയും കാര്യമുണ്ട്. ഇപ്പൊ എക്സ്പെൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഡിസ്ചാർജ് വാങ്ങി പോകാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എവിടെയെങ്കിലും ക്രോസ് ഇൻഫെക്ഷൻ കിട്ടുന്നുണ്ടോ? എവിടെയെങ്കിലും ക്രോസ് ഇൻഫെക്ഷൻ അവോയ്ഡ് ഇൻ ദ ചാൻസ് ഓഫ് ദ ക്രോസ് ഇൻഫെക്ഷൻ. ദ ക്രോസ് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയും ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? ഹോസ്പിറ്റൽ അക്കോർഡ് ആണോ? അയട്രോജനിക് ഡിസീസസ്, അയട്രോജനിക് ഡിസീസസ് ആണോ? ആണോ? എക്സാമ്പിൾ ഏതാ? എന്താണ് അയട്രോജനിക് ഡിസീസ്? എന്താ? നോസോകോമിലാണോ? നോസോകോമിൽ ഇൻഫെക്ഷൻ ആണോ? നോസോകോമിൽ ഇൻഫെക്ഷൻ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ കാരണം പേഷ്യന്റ് ഇൻഫെക്ഷൻ വരാം. ശരിയല്ലേ? അതല്ലേ അയട്രോജൻ ഡിസീസ്? അല്ലെ ഒരു പ്രൊസീജിയറോ പറഞ്ഞ ഒരു ഇന്റർവെൻഷൻ കാരണം പേഷ്യന്റ് ഒരു ഇൻഫെക്ഷൻ വരാം. അതല്ലേ അയട്രോജനിക് ഡിസീസ് എന്ന് പറയുന്നത്? ശരിയല്ലേ? 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 ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. സോ അങ്ങനെ ഒരു ചാൻസ് വന്നാൽ പേഷ്യന്റിനെ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യല്ലേ? നോസോകോമിൽ ഇൻഫെക്ഷൻ വന്നാലും ആ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റ് ഇൻഫെക്ഷൻ വന്നാലും അവിടെ നിന്ന് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ആ ഹോസ്പിറ്റലിലെ സാഹചര്യം കാരണം പേഷ്യന്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതേ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലോ, 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 ഉണ്ട്. അടുത്ത റീസൺ എന്താ? അടുത്ത പർപ്പസ് എന്താ? അടുത്ത പർപ്പസ് എന്താ? എന്തായിരിക്കും? എന്തായിരിക്കും? ഇപ്പോൾ ഉള്ള ഹോസ്പിറ്റലിനെക്കാട്ടിലും ഇത് അധികം എന്താണ് ഈ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? അത് നിലവിലുള്ള ഹോസ്പിറ്റലിൽ നിന്നും ആ ട്രീറ്റ്മെന്റിനേക്കാൾ കൂടുതൽ വേണ്ട അടുത്ത ഒരു സ്ഥലത്തോട്ട് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ പേഷ്യന്റിനെ കറണ്ട് സ്ഥലത്ത് നിന്നും ഡിസ്ചാർജ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ കിട്ടുന്ന ചോദ്യമാണ്, ചോദ്യമാണ്. ഇപ്പോൾ കിട്ടുന്ന എന്താണ് ഹോസ്പിറ്റലിൽ നിന്നും
അവിടുത്തെ ട്രീറ്റ്മെന്റ് ഉപരി അടുത്തൊരു ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി ആ പേഷ്യന്റിനെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാറുണ്ടോ? ഡിസ്ചാർജ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇല്ലേടെ? ഇല്ലേടെ? ശരിയല്ലേ? ഇല്ലേ? ഉണ്ട് 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 ഉണ്ട്. യെസ്. ഇത്രയും കിട്ടിയോ? ഇത്രയും കിട്ടിയോ? ഇത്രയും കിട്ടിയല്ലോ. ഇത്രയെല്ലാം കിട്ടിയോ? കിട്ടിയോ? ദ ടൈപ്സ് ഓഫ് അഡ്മിഷൻ പഠിച്ചല്ലേ? ടൈപ്സ് ഓഫ് അഡ്മിഷൻ പഠിച്ചല്ലേ? അതുപോലെ ഒരു ടോപ്പിക് ഉണ്ടോ? ദ ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ഉണ്ടോ? ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ഉണ്ടെങ്കിലും ടൈപ്സ് ഓഫ് അഡ്മിഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ദ ടൈപ്സ് ഓഫ് ഡിസ്ചാർജ്. ഞാൻ ഇന്ന് രണ്ടും പഠിപ്പിക്കും. എത്ര ടൈപ്പ് ഉണ്ട് അഡ്മിഷൻ? അഡ്മിഷൻ എത്ര ടൈപ്പ് ഉണ്ട്? അഡ്മിഷൻ 4. 4ആണോ? 4. ആന്ന് ഡിസ്ചാർജോ? ഡിസ്ചാർജ് എത്ര ഉണ്ട്? ഡിസ്ചാർജ് എത്ര ഉണ്ട്? 7. 7ആണോ? 7ആണോ? 6 നോട്ട് വായിച്ചില്ലേ? 6 നോട്ട് വായിച്ചില്ലേ? സ്റ്റഡി നോട്ട് വായിച്ചില്ലേ? 7 ടൈപ്പ് ഉണ്ട്. അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ദ ടൈപ്സ് ഓഫ് ഡിസ്ചാർജ്. ഫസ്റ്റ് വൺ ടൈപ്പ് ചെയ്താ ദ പ്ലാന്റ് ഡിസ്ചാർജ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ചെയ്താ ദ പ്ലാന്റ് ഡിസ്ചാർജ്. എന്തായിരിക്കും? ഇവിടെ അധികം വളരെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല അല്ലെ? ഇവിടെ വളരെ അധികം എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഒരു ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ഇനിഷ്യൽ തൊട്ട് അവസാനം വരെ കംപ്ലീറ്റ് ആയാൽ ഡിസ്ചാർജ്. ഫസ്റ്റ് ഇനിഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ദ സൂപ്പർവൈസ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ വിളിക്കാം. ഫസ്റ്റ് ഇനിഷ്യൽ തൊട്ട് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആൾക്കാരല്ലേ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്? ശരിയല്ലേ? ഒരാൾ അഡ്മിറ്റ് ആയി ഫസ്റ്റ് തൊട്ട് അത് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ആകുന്ന സമയത്തല്ലേ അപ്പോൾ പ്ലാൻ ചെയ്യുന്നത്? ആണോ? ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു സൂപ്പർവൈസ്ഡ് കെയർ ആവശ്യമില്ല അല്ലേ? ഇനിയൊരു സൂപ്പർവൈസ്ഡ് കെയർ ആവശ്യമില്ലാത്ത അഡ്മിഷൻ ആണോ? ഇനി ഒരു സൂപ്പർവൈസ്ഡ് കെയർ ആവശ്യമില്ലാത്ത ആൾക്കാരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇനി ഹോസ്പിറ്റലിനകത്ത് ഈ ആൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സൂപ്പർവൈസ്ഡ് കെയർ ആവശ്യമില്ല, വീട്ടിൽ പോയി തന്നെ കെയർ ചെയ്യാം. ശരിയല്ലേ? ശരിയാണല്ലോ? അതിന് പ്ലാന്റ്. ഇനി ഇയാൾക്ക് എന്ന ഫസ്റ്റ് ഇനിഷ്യൽ തൊട്ട് അവസാനം എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഒരു സൂപ്പർവൈസ്ഡ് കെയറും തന്നെ ആവശ്യമില്ല. പ്ലാൻ ഡിസ്ചാർജ് ചെയ്യുന്നത്. പ്ലാൻ ഡിസ്ചാർജ് അല്ലേ? അനുഭവം ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇനി ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ വീട്ടിൽ പോയിട്ട് ബാക്കി ടാബ്ലറ്റ് എല്ലാം കഴിച്ച് ഇത് റിക്കവർ ആയി മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻഡ് ആയിട്ട് ഡോക്ടർ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് കണ്ടിട്ടുണ്ടോ? പ്ലാൻഡ് ആയിട്ട് ഡോക്ടർ പേഷ്യന്റിനെ ഡിസ്ചാർജ് കണ്ടിട്ടുണ്ടോ? പറയട്ടെ. യെസ് ഓർ ഉണ്ട്. ഇനിയൊരു സൂപ്പർവൈസ്ഡ് കെയർ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻഡ് ആയിട്ട് പേഷ്യന്റ് ഡിസ്ചാർജ് എന്ന് വിളിക്കാം. പ്ലാൻ ഡിസ്ചാർജ് വിളിക്കാം. സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. ലാമ എന്താ? ലാമ സെക്കൻഡ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ദ ഡിസ്ചാർജ് എന്താ? ലാമ എന്താണ്? ലാമ the left against medical advice. The leave against medical advice ആയാലും the left against medical advice ആയാലും ചോദ്യം വരും. എന്താ വ്യത്യാസം? ദ ലാമ പോലെ വരുന്നൊരു വാക്ക് ഏതാ? ദ ലാമ പോലെ തന്നെ ഒരു വാക്കോടെ എന്ത് വിളിക്കാം? ലാമ പോലെ തന്നെ ഡാമ എവിടെ? DAMA ആണോ? DAMA ഡാമയാണോ? ദ ലാമ പോലെ വരുന്ന ഒരു വാക്കുണ്ട്, ദ ലാമ. അപ്പോൾ ആ രണ്ട് കാര്യത്തിൽ നമുക്ക് ആദ്യം തന്നെ ദ ലാമ നോക്കാം. ദ ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയാൻ എന്താ? സിമ്പിൾ കാര്യമാണ്, പേര് കേട്ട് പേടിക്കേണ്ട. ലാമ എന്താണ്? മലയാളം പറയട്ടെ? കേക്കട്ടെ. പറയട്ടെ. ലാമയുടെ ഫലം പറയട്ടെ. എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ പേഷ്യന്റ് പറയാതെ അറിയിക്കാതെ വാർഡിൽ നിന്നും ഇറങ്ങിപ്പോകുന്നല്ലേ ലാമ?
നിങ്ങളോട് തന്നെ വാർഡിൽ അറിയിക്കാതെ പറയാതെ ഇറങ്ങിപ്പോയാൽ ഒരു വാക്ക് പോലും മിണ്ടാതെ ഇറങ്ങിപ്പോയി എന്ന് വിളിക്കാം ലാമയല്ലേ? വിത്തൗട്ട് ഇൻഫോമിങ് അതോറിറ്റീസ് അല്ലേ? വിത്തൗട്ട് ഇൻഫോമിങ് അതോറിറ്റീസ് അല്ലെ? ഒരു അതോറിറ്റി ഇൻഫോം ചെയ്യാതെ പേഷ്യന്റ് സ്വന്തം ഇഷ്ടപ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വിളിക്കാം. ഒരു അതോറിറ്റി, നഴ്സായാലും ശരി ഡോക്ടറായാലും ശരി ആരുമായിട്ട് ഒന്നും ഇൻഫോം ചെയ്യാതെ ആരോടും പറയാതെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്ത് വിളിക്കാം? ലാമ. കിട്ടിയോ? ഒറ്റ കിട്ടിയോ? ഒറ്റ വാക്ക് ഓർമ്മിക്കുക. ആരോടും പറയാതെ, ആരോടും പറയാതെ ആശുപത്രിയിൽ നിന്ന് നഴ്സിനോടോ ഡോക്ടറിനോടോ പോലും ഇൻഫോം ചെയ്യാതെ ഇറങ്ങിപ്പോയാൽ ഇത് വിളിക്കാം ലാമയല്ലേ? കിട്ടിയോടെ? കിട്ടിയോടെ ലാമ? ലാമ കിട്ടിയോ? ലാമ കിട്ടിയോ? ലാമ കിട്ടിയോ? ആരോടും പറയാതെ ഒന്നും മിണ്ടാതെ ആരോടും പറയാതെ ഇറങ്ങിപ്പോവുക എന്ന് വിളിക്കാം ലാമ. ദ ലെഫ്റ്റ് അഗെയിൻസ്റ്റ് ദ മെഡിക്കൽ അഡ്വൈസ്. കിട്ടിയോ? പറയടേ, കിട്ടിയോ? ലാമ കിട്ടിയോ? പേഷ്യന്റ് ഇറങ്ങിപ്പോവുക, അതേ ഉള്ളൂ. പേഷ്യന്റ് ഇറങ്ങിപ്പോവുക, ഒന്നും മിണ്ടാതെ പേഷ്യന്റ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ലാമയാണ് അല്ലെ? ഒന്നും മിണ്ടാതെ പേഷ്യന്റ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ലാമയാണ്. അടുത്ത വാക്ക് എന്താ? ഡാമ എന്താ? നെക്സ്റ്റ് ഡിസ്ചാർജ് ടൈപ്പ് എന്താ? ഡാമ എന്താ? ഡാമ ദ ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്താ? ഡാമ എന്നെന്താ? ഡാമ പറഞ്ഞ ആർക്കറിയാമോ ഡാമ? ഇനിയോ ഡാമ എന്താ? ദ ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്താണ്? ഒരു പേഷ്യനോട് മെഡിക്കൽ അഡ്വൈസ് കൊടുത്തു, ഒരു ഡോക്ടർ മെഡിക്കൽ അഡ്വൈസ് കൊടുത്തു, അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നതാണോ? പേഷ്യന്റ് അടുത്ത് ഡോക്ടർ മെഡിക്കൽ അഡ്വൈസ് കൊടുത്തു, അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പേഷ്യന്റ് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണോ? ഡിസ്ചാർജ് ആയി പോകുന്നതാണോ? മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണോ? ഡാമ. മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണോ? ഡാമ. ചോദ്യം വരും, മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നല്ലേ ഡാമ? ശരിയല്ലേ? ഒരാൾ മെഡിക്കൽ അഡ്വൈസ് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയി പോയാൽ ഡാമ എന്ന് വിളിക്കുക. ശരിയല്ലേ? ഡാമ എന്താ? ലാമയും ഡാമ എന്ത് വ്യത്യാസം എന്താ? അത് പറയാം. ഞാൻ രണ്ടും പറഞ്ഞു തന്നു, വ്യത്യാസം എന്താ? ലാമയും ഡാമയും വ്യത്യാസം എന്താ? ആർക്ക് പറയും? ലാമയും ഡാമയും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഡാമയും ലാമയും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസം ആർക്ക് പറയാം? ആർക്ക് പറയാം? കൺസെന്റ് അല്ല. ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് അവസാന സംഭവം ഉണ്ട്. ട്രീറ്റ്മെന്റിന്റെ അവസാനം ഒരു സംഭവം ഉണ്ട്, അത് പറയാം. ട്രീറ്റ്മെന്റിന്റെ അവസാനം ഒരു കാര്യമുണ്ട്. ഫർദർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആണോ? ഫർദർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആണോടെ? ഫർദർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആർക്ക് കിട്ടാറില്ല? ഫർദർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആർക്ക് കിട്ടാറില്ല? ലാമയ്ക്കാണോ ഡാമയ്ക്കാണോടെ? ഫർദർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആർക്ക് കിട്ടാറില്ല? ലാമയ്ക്കല്ലേ? ഫർദർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആർക്ക് കിട്ടാറില്ല? ലാമയ്ക്ക് കിട്ടാറില്ല. ഇനി വീണ്ടും ചോദ്യം ഇതാണ്, കൺസെന്റ് കിട്ടുന്നറില്ല. കൺസെന്റ് റെഫറൽ ലെറ്റർ എന്ന് പറഞ്ഞില്ല, ആർക്ക് കിട്ടും? ലാമയ്ക്കാണോ ഡാമയ്ക്കാണോ? ഒരു പേഷ്യന്റ് കൺസെന്റും റെഫറൽ ലെറ്റർ കിട്ടുന്നവർക്ക? റെഫറൽ ലെറ്റർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് പറഞ്ഞ ലാമയ്ക്കല്ലേ? ലാമ കിട്ടോ? ലാമയ്ക്ക് കിട്ടോ? ലാമ കിട്ടോ? ഡിസ്ചാർജ് സമ്മറി ആർക്ക് കിട്ടും? ഒരു ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് സമ്മറി ആർക്ക് കിട്ടും?
ആകെക്കൂടെ കേൾക്കാമോ? കേൾക്കാമോ? യെസ്. ദ ഫർദർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആയാലും ബാക്കി എവിടെ കിട്ടും? ഫർദർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റും കൺസെന്റും റെഫറൽ ലെറ്ററും ഈ പറഞ്ഞ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റും എല്ലാം എവിടെ കിട്ടും? എവിടെ കിട്ടും? ഡാമയ്ക്ക് മാത്രമല്ലേ, ലാമയ്ക്ക് ഒന്നും തന്നെ കിട്ടില്ല. ശരിയല്ലേ? ലാമയ്ക്ക് ഒന്നും തന്നെ കിട്ടില്ല. വീണ്ടും ചോദ്യം, ഡിസ്ചാർജ് സമ്മർ കിട്ടും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ഡിസ്ചാർജ് സമ്മർ കിട്ടും. സമ്മറി ഡാമയ്ക്കല്ലേ? ഡാമയ്ക്കല്ലേ? അല്ലേ? ഇത് ലാമയാണെങ്കിൽ പേഷ്യന്റ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയാറിയിക്കൂടെ? അനുവണക്കിലും ലാമയാണെങ്കിൽ പേഷ്യന്റ് നമ്മുടെ അടുത്ത് പറയാറിയിക്കൂടെ? ലാമ എന്താ? ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിൽ നമ്മളോട് നമ്മളെ കാണാതെ തന്നെ ഇറങ്ങി പോകുന്നുണ്ടായിരിക്കും അല്ലേ? ശരിയല്ലേ? വ്യത്യാസം ഓർമ്മിക്കനി വ്യത്യാസം ഓർമ്മിക്കോ? ലാമയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഒന്നും തന്നെ അനുസരിക്കാത്ത ആളാണോ? പറഞ്ഞേ. ലാമയാണെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നും തന്നെ അനുസരിക്കാതെ ഇറങ്ങിപ്പോകുന്ന ആളാണോ ലാമ? ആണ്. അല്ലെ? ലാമയാണെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നും തന്നെ അനുസരിക്കാതെ ഇറങ്ങിപ്പോകുന്നതാണെങ്കിൽ ലാമയ്ക്കകത്ത് വരും. ലാമയാണെങ്കിലോ എന്ത് വിളിക്കാം? ഫർദർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റും സമ്മറി എല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യാറല്ലേ? ശരിയല്ലേ? ട്രീറ്റ്മെന്റ് അനുസരിച്ച് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതോടെ ഡാമയ്ക്കകത്താണ്. വ്യത്യാസം മനസ്സിലായോ? വർഷങ്ങളായിട്ട് പഠിച്ചിട്ടും രണ്ടും അറിയാമായിരുന്നു. ഇത്രയും വർഷം ഈ രണ്ട് അറിയായിരുന്നു. ലാമയും ഡാമയും അറിയായിരുന്നു? ഇല്ലല്ലോ. ലാമയും ഡാമയും അറിയായിരുന്നു? അറിയാമായിരിക്കും ലാമയും ഡാമയും. ലാമ അറിയാം. പറയട്ടെ, പഴയൊരു മോഹൻലാൽ സിനിമയ്ക്കകത്ത് പറയണം ലാമ. അതറിയാല്ലേ? പഴയൊരു മോഹൻലാൽ സിനിമയ്ക്കകത്ത് ലാമ അറിയാമോ? ലാമ അതറിയാല്ലേ? പഴയൊരു മോഹൻലാൽ സിനിമയ്ക്ക് ലാമ അറിയാം. അതറിയാം ലാമയുടെ അത് സിനിമ. അത് ആലോചിക്ക്. ലാമ സിനിമയുടെ സിനിമ യുവാദ. 10 വർഷം മുമ്പേ കണ്ട സിനിമ ഓർമ്മയുണ്ടല്ലോ? 10 വർഷം മുമ്പേ കണ്ട സിനിമ ഓർമ്മയുണ്ടോ? ഉണ്ടോ? എങ്കിൽ പറഞ്ഞ് 2 ദിവസം പറഞ്ഞു തന്ന ദ ഹെൽത്ത് പ്രൊമോഷനും ആൻഡ് ഇൽനസ് പ്രിവെൻഷൻ എവിടെ വരും? 10 വർഷം മുമ്പ് പറഞ്ഞ ഇത് യോധ ഓർമ്മയുണ്ടെങ്കിൽ ഹെൽത്ത് പ്രൊമോഷനും ഇൽനസ് പ്രിവെൻഷൻ എവിടെ വരും? പ്രൈമറി. സ്ട്രെസ് റിഡക്ഷൻ എവിടെ വരും? സ്ട്രെസ് റിഡക്ഷൻ എവിടെ വരും? സ്ട്രെസ് റിഡക്ഷൻ എവിടെ വരും? പറഞ്ഞേ. പ്രൈമറി. ആൻഡ് ഡയഗ്നോസ് എവിടെ വരും? ആൻഡ് ഡയഗ്നോസ് എവിടെ വരും? ഡയഗ്നോസിസ് സെക്കൻഡറി. റീഹാബിലിറ്റേഷൻ എവിടെ വരും? റീഹാബിലിറ്റേഷൻ എവിടെ വരും? ടെർഷറി. ആൻഡ് ട്രീറ്റ്മെന്റ് എവിടെ വരും? ട്രീറ്റ്മെന്റ് എവിടെ വരും? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. എവിടെ വരും? ട്രീറ്റ്മെന്റ് സെക്കൻഡറി. സെക്കൻഡറി. ആൻഡ് ഹെൽത്ത് റീസ്റ്റോറേഷൻ എവിടെ വരും? ഹെൽത്ത് റീസ്റ്റോറേഷൻ എവിടെ വരും? ഹെൽത്ത് റീസ്റ്റോറേഷൻ പാലിയേറ്റീവ് കെയർ എവിടെ വരും? പാലിയേറ്റീവ് കെയറും ഹെൽത്ത് റീസ്റ്റോറേഷൻ എവിടെ വരും? ടെറിഷറി. ടെറിഷറി. ലാമ. ലാമ അല്ലേ? ലാമ കേൾക്കണ്ടത് അല്ലേ? ലാമ കേട്ടതുകൊണ്ടാണ് തോന്നുന്നത്. ലാമ കേട്ടതുകൊണ്ടാണ് തോന്നുന്നത് അല്ലേ? ലാമ അത് കേട്ടതുകൊണ്ട് ഈ 3 ചോദ്യം ആവുക. ആണ് തേടുണ്ട് ഏതാ? 3ാമത്തെ ടൈപ്പ് ഡിസ്ചാർജ് ഏതാ? 3 കണ്ടില്ലേ? 3 കണ്ടില്ല. നാലാമത്തെ എന്താ? നമ്പർ മാർക്ക്. ഫോർത്ത് ഏതാ? ഫോർത്ത് ഇത് DOPR എന്താ? DOPR എന്താ? DOPR ഫുൾ ഫോം ആദ്യം പറഞ്ഞേ. 4ാമത്തെ ടൈപ്പ് ഡിസ്ചാർജ് ആണ് DOPR എന്ന് പറയുന്നത്. എന്താ DOPR എന്ന് പറഞ്ഞ എന്താ? ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ് അല്ലേ? 4ാമത്തെ ടൈപ്പ് ആണ് ഡിസ്ചാർജ് ഓൺ
patient request. The discharge on patient request നെ പറയുന്ന ഷോർട്ട് ഫോം എന്താ? DOPR. സംഭവം എന്താ? ഈ ഇടയ്ക്കാണ് ചില പേഷ്യൻസിൽ എപ്പോഴും DO പറയാറുണ്ട്. ഈ ഇടയ്ക്ക് മിക്കവാറും പേഷ്യൻസ് എല്ലാം ഇത് DOPR പറയാറുണ്ട്. സംഭവം എന്താ? ആണ് പറയാം. പേഷ്യന്റ് that leaves against the medical advice ആണ്. പക്ഷെ ഇത് പ്രത്യേകം എന്താ? Patient that leave against the medical advice ആണ്. പക്ഷെ പ്രത്യേകം എന്താ? ആണ് പറയാം. നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിന്റെ എമർജൻസി ആയിട്ട് കൊണ്ടുവന്നാലും പക്ഷെ അവർക്ക് ആ ഒരു ഹോസ്പിറ്റൽ താല്പര്യമില്ലെങ്കിൽ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ അടുത്തോട്ടൊരു പേഷ്യന്റ് എന്താണ് ഇത് എമർജൻസി ആയിട്ട് പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാലും പക്ഷെ അവർക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് താല്പര്യമില്ലെങ്കിൽ അവിടെ ഇത് ഡിസ്ചാർജ് ചെയ്ത് അയാളെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അവർക്ക് താല്പര്യമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് പേഷ്യന്റ് എമർജൻസി ആയിട്ട് എന്താണ് പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്താലും പക്ഷെ ആ ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ താല്പര്യമില്ല, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് താല്പര്യമില്ലെങ്കിൽ ആ താല്പര്യമുള്ള ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. അപ്പോൾ തന്നെ ലീവ് ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരെന്താ? ദ ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. മറക്കരുത്. എമർജൻസി ആയിട്ട് പേഷ്യന്റിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കണ്ണോട് നോക്കുമ്പോഴാണ് അയ്യോ ഇന്ന ഹോസ്പിറ്റലിലോ ഇവിടെ വരണ്ടായിരുന്നു, വന്നു കഴിഞ്ഞാൽ തീർന്നില്ല. ശരിയല്ലേ? അതേ സംഭവം. എന്നെ കൊണ്ടുവന്നത് ഇന്ന ഹോസ്പിറ്റലിലോട്ടാണോ? എനിക്ക് ഇവിടെ ഒരിക്കലും ഇഷ്ടമില്ല. അനുഭവം പലതുണ്ട്. രക്ഷപ്പെടുത്തോന്നില്ല. എന്നെ എത്രയും പെട്ടെന്ന് അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. റിക്വസ്റ്റ് ചെയ്യാറില്ല ആരെങ്കിലും? അറിയാമോ? അത്ര എമർജൻസി ആയിട്ട് ആ പേഷ്യന്റ് കൊണ്ടുവന്നപ്പോൾ പേഷ്യന്റ് പറയും എന്താണ്, എനിക്ക് ഇവിടെ വേണ്ട, ഈ ഹോസ്പിറ്റൽ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് വാങ്ങി മറ്റൊരു ഹോസ്പിറ്റൽ പോയാൽ വിളിക്കുന്ന പേരെന്താ? ദ ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്, ദ DOPR എന്ന് വിളിക്കാം. കൊണ്ടുവന്ന പേഷ്യന്റിനെ എമർജൻസി ആയിട്ടും പേഷ്യന്റ് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടും പേഷ്യന്റ് അവിടെ താല്പര്യമില്ല, എനിക്കിവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ എന്ത് വിളിക്കാടെ? DOPR-ലെ എഴുതി വെച്ചു. വരാൻ പോകുന്ന DME എക്സാമിന് ചോദിക്കും. കിട്ടിയോടെ? അപ്പൊ എന്ത് ചെയ്യൂടെ? അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിന്റെ സ്വന്തം ആംബുലൻസ് കൊണ്ടു കൊടുക്കും. ചോദിക്കട്ടെ, പേഷ്യന്റ് ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ സ്വന്തം ഹോസ്പിറ്റൽ തന്നെ ആംബുലൻസ് തന്നെ അടുത്ത ഹോസ്പിറ്റൽ പോകും. ചോദിക്കട്ടെ, പ്രൈവറ്റ് ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ സ്വന്തം ആംബുലൻസ് തന്നെ കൊണ്ടുപോകണം എന്നല്ലേ? ഒരു നഴ്സുമായിട്ട് കൊണ്ടുപോകണമെന്നല്ലേ റൂൾ ഉള്ളത്? ശരിയല്ലേ? നോർമൽ ആയിട്ട് റൂൾ ഉള്ളത് പേഷ്യന്റ് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ അടുത്ത ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതേ ഹോസ്പിറ്റൽ നഴ്സും ഒരു ഡോക്ടറുമായിട്ട് ആംബുലൻസ് തന്നെ പേഷ്യന്റ് കൊണ്ടുപോകണം എന്നാണെന്ന് റൂൾ ഉള്ളത്. ശരിയല്ലേ? അതാ റൂളതാ. യെസ്. ദ ഫോർത്ത് ടൈപ്പ് കിട്ടിയല്ലോ. അഞ്ചാമത്തെ ഡിസ് എന്തായിരിക്കും? ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ദ ഡിസ് എന്തായിരിക്കും? റെഫറൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ. അഞ്ചാമത്തെ ടൈപ്പാണ് റെഫറൽ ഓർ ട്രാൻസ്ഫർ. റെഫറൽ ഓർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താ? ഫിഫ്ത്ത് ടൈപ്പ് ഡിസ്ചാർജ് ആണ് റെഫറൽ ഓർ ട്രാൻസ്ഫർ. ആർക്ക് പറയാം? ഇതും ഒരു ടൈപ്പ് ഡിസ്ചാർജ് ആണ്. ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നില്ലേ? അറിയാം ആർക്കെങ്കിലും? മിക്കവാറും ഹോസ്പിറ്റലെല്ലാം പേഷ്യന്റ് റെഫർ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ഹോസ്പിറ്റലിലെല്ലാം മിക്കവാറും പേഷ്യന്റ് ഇത് റെഫർ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് പേഷ്യന്റ് റെഫർ ചെയ്യാറുണ്ടോ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് റെഫർ ചെയ്യാറുണ്ടോ? ആ റെഫർ ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിച്ചുണ്ടോ അതൊരു ഡിസ്ചാർജ് ആണ് അറിയായിരുന്നു? ഇല്ലല്ലോ. ഇത്രയും കാലമായിട്ട് ഇന്ന് വരെ ഒരു പേഷ്യന്റിനെ പേഷ്യന്റ് റെഫർ ചെയ്യുന്നത് ഒരു ഡിസ്ചാർജ് ആണെന്ന് അറിയില്ല. പേഷ്യന്റ് റെഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തത് ഡിസ്ചാർജ് തന്നെയാണ്. ശരിയല്ലേ? കാരണം എന്താ? നമ്മൾ ഉള്ള സ്ഥാപനത്തിൽ
പേഷ്യന്റ് കണ്ടീഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ശരിയല്ലേ? നമ്മൾ ഉള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഉള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റഫറൽ ട്രാൻസ്ഫർ ചെയ്യാറില്ലേ? ശരിയല്ലേ? നമ്മൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനകത്ത് പേഷ്യന്റിന്റെ എന്താണ് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല, ആ കണ്ടീഷൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ പേഷ്യന്റ് കൊണ്ടുപോകുന്നതല്ലേ റഫറൽ. ശരിയല്ലേ? എപ്പോഴും അറിയാം ഉള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ റെഫർ ചെയ്യാറില്ലേ? നിങ്ങളുള്ള PHSC CHSC താലൂക്കുകളിൽ എപ്പോൾ റെഫർ ചെയ്യാറില്ല ഉണ്ടോ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന PHSC CHSC താലൂക്കുകളിൽ എപ്പോഴും റെഫർ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലോ. എന്തുകൊണ്ടാ? അവിടെ മാനേജ് ചെയ്യാൻ പറ്റാത്ത പേഷ്യന്റ് എപ്പോഴും റെഫർ ചെയ്ത് വിളിക്കാം, റെഫറൽ ഓർ ട്രാൻസ്ഫർ എന്ന് വിളിക്കാം. ഇത്രയും കിട്ടിയോ? എന്താ പഠിക്കുന്നത്? ഡിസ്ചാർജ് അല്ലേ? ഡിസ്ചാർജ് ആൻഡ് ടൈപ്പ് കിട്ടിയോ? ഡിസ്ചാർജിന്റെ 5 ടൈപ്പ് കിട്ടിയോ? ഡിസ്ചാർജിന്റെ 5 ടൈപ്പ് കിട്ടിയോ? 5 ടൈപ്പ് ഡിസ്ചാർജ് കിട്ടിയോ? ചോദ്യം വരും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പേഷ്യന്റ് കണ്ടീഷൻ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ പേഷ്യനെ മാനേജ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രാൻസ്ഫർ ചെയ്താൽ അത് എന്ത് ടൈപ്പ് ഡിസ്ചാർജാ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പേഷ്യന്റ് കണ്ടീഷൻ മാനേജ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിസ്ചാർജ് എന്താ? റെഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലേ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പേഷ്യന്റ് കണ്ടീഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പേഷ്യന്റെ മാനേജർ റെഫർ അല്ലെങ്കിൽ കണ്ടീഷൻ വിളിക്കാം, റെഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്ന് വിളിക്കാം. 6ാമത്തെ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ടൈപ്പ് 6 on is absconding. എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ നിന്ന് ആരും അറിയാതെ, ഞാൻ മലയാളം ഹോസ്പിറ്റലിൽ നിന്ന് ആരും അറിയാതെ പുറം വാതിൽ വഴി പേഷ്യന്റ് പോകുന്നതാണ് അബ്സ്കോണ്ടിങ്. ഹോസ്പിറ്റലിൽ നിന്ന് ആരും അറിയാതെ, ഒറ്റൊരു സ്റ്റാഫ് പോലും അറിയാതെ ബാക്ക് വഴി പോകുന്നതാണ് അബ്സ്കോണ്ടിങ്. മലയാള ചാടിപ്പോ അല്ലേ? അബ്സ്കോണ്ടിങ്. ഹോസ്പിറ്റലിൽ നിന്ന് ആരും അറിയാതെ ബില്ലടയ്ക്കാൻ പറ്റാതെ പുറം വാതിൽ വഴി പേഷ്യന്റ് പോകുന്ന കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ബില്ലടയ്ക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ നിന്നും ആരും അറിയാതെ പുറം വാതിൽ വഴി പേഷ്യന്റ് പോകുന്നത് വിളിക്കാം അബ്സ്കോണ്ടിങ് അല്ലേ? ഹോസ്പിറ്റൽ സ്റ്റാഫ് പോലും അറിയാതെ, അവർ ഒരു നോളജും ഇല്ലാതെ പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ അബ്സ്കോണ്ടിങ് അല്ലേ? ആരും അറിയാതെ, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആരും അറിയാതെ പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ അബ്സ്കോണ്ടിങ് ആണ്. അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും? അനുഭവം ഉണ്ടോ? നമ്മളെ ലാമയും ആൻഡ് അബ്സ്കോണ്ടിങ് അതിന് തിരിച്ചറിയും. ലാമയും അബ്സ്കോണ്ടിങ്ങും എങ്ങനെ തിരിച്ചറിയും? ആർക്കറിയാം? ലാമയും അബ്സ്കോണ്ടിങ്ങും എങ്ങനെ തിരിച്ചറിയും? ലാമയും അബ്സ്കോണ്ടിങ് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? സമ്മറോട് കൂടെ ഡിസ്ചാർജ് സമ്മറോട് കൂടെ ഇന്നാളെ പോയി അബ്സ്കോണ്ട് ചെയ്ത് കൊടുക്കൂടെ? പേഷ്യന്റ് നമ്മൾ പറയാറുണ്ടോ? നാളെ ഞാൻ പോവുകയാണ്, ഡിസ്ചാർജ് പറയാറുണ്ടോ? ഇല്ലല്ലോ. ആ സമയത്തെ നമ്മൾ ഈ അബ്സ്കോണ്ടിങ് പോലീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? പോലീസിലും നമ്മുടെ സൂപ്പർവൈസറിന് എന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? പേഷ്യന്റ് ചാടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ നമ്മുടെ ഹയർ അതോറിറ്റിക്കും പോലീസും റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലോ. അവിടെ ആ റിപ്പോർട്ടിന്റെ പേരെന്താ? ഇൻസിഡന്റ് റിപ്പോർട്ടാണോ? ആ യൂണിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത റിപ്പോർട്ടിന്റെ പേരെന്താ? അബ്സ്കോണ്ടിങ് ആയി കഴിഞ്ഞാൽ, ഒരു പേഷ്യന്റ് നമ്മൾ പറയാതെ അബ്സ്കോണ്ടിങ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് റിപ്പോർട്ട് ചെയ്യും? ഇൻസിഡന്റ് റിപ്പോർട്ട് അല്ലേ? ശരിയല്ലേ? അത് കാഷ്വാലിറ്റി ആയാലും ഈ പറഞ്ഞ വാർഡായാലും മെയിൽ വാർഡായാലും ഫീമെയിൽ വാർഡായാലും എവിടെയായാലും
പേഷ്യന്റ് പറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് റിപ്പോർട്ട് ചെയ്യും? ഇൻസിഡന്റ് റിപ്പോർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഒരു യൂണിറ്റിന് എപ്പോഴും ഇൻസിഡന്റ് റിപ്പോർട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ടൈപ്പ് കിട്ടിയെങ്കിൽ ഏഴാമത്തേതാ പെരോൾ എന്ന് വിളിക്കാം. പെരോൾ ഈ ഒരു വാക്ക് എപ്പോ ഇട്ടുണ്ട്? പെരോൾ എന്ന വാക്ക് സിനിമയിൽ മാത്രമേ ഇട്ടുള്ളൂ അല്ലേ? പെരോൾ എന്ന വാക്ക് ഇതുവരെയായിട്ട് സിനിമയിൽ മാത്രമേ ഇട്ടുള്ളൂ. പെരോൾ അല്ലേ? ശരിയല്ലേ? പെരോൾ എന്ന വാക്ക് ഇത്രയും വർഷമായിട്ട് സിനിമയിൽ മാത്രമല്ലേ? സിനിമയല്ലാതെ പെരോൾ ആർക്ക് കൊടുക്കും? ഹോസ്പിറ്റലിന് ബന്ധപ്പെട്ട് ആർക്ക് കൊടുക്കും? ഉത്തരം പറയണം. സിനിമയല്ലാതെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പെരോൾ ആർക്ക് കൊടുക്കും? ഏത് പേഷ്യന്റിനാ? ഏത് പേഷ്യന്റിനാ? ആർക്ക് പറയാം? സിനിമയല്ലാതെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പെരോൾ ആർക്ക് കൊടുക്കും? മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റി ആണോ? സൈക്യാട്രിക് ഹോസ്പിറ്റൽ ആൾക്കാരുടെ സിനിമയല്ലാതെ എടുക്കാറുണ്ടോ? ചോദിക്കും. 2-3 ദിവസം നീ വീട്ടിൽ പോയി നിന്നിട്ട് തിരിച്ചു വരാൻ പറയാറുണ്ടോ? 2-3 ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് തിരിച്ചു വരണമെന്ന് പറയാറുണ്ട് എപ്പോഴെങ്കിലും? നീ 2-3 ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് തിരിച്ചു വരണം, ഉറപ്പായിട്ട് വന്നേ പറ്റുള്ളൂ അല്ലേ? സൈക്യാട്രി ആയല്ലേ? 1-2 ദിവസം വിടാറുണ്ട്, മിക്കവാറും സൈക്കിൾ വിടാറുണ്ട്. ഇപ്പൊ അമ്മയും അച്ഛനോട് എല്ലാം എഴുതി ഒപ്പിട്ട് വെച്ചിട്ട് 1-2 ദിവസം വീട്ടിൽ വിട്ട് അവർ തന്നെ തിരിച്ചു കൊടുക്കണ്ടേ? വേണ്ടേ? 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 പേഷ്യന്റിനെ തിരിച്ച് എന്താണ് അവിടെ കൊണ്ട് കൊടുക്കണം അല്ലെ? ചില സ്ഥലം ചെയ്യാറില്ലേ? ഒരു കാർഡിയക് പേഷ്യന്റ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? കാർഡിയക് പേഷ്യന്റ് കൊടുക്കാറുണ്ട് ഈ സംഭവം? കാർഡിയക് പേഷ്യന്റ് പെരോൾ കൊടുക്കാറുണ്ടോ? സൈക്യാട്രിക് മനസ്സിലായി, പക്ഷെ കാർഡിയക് പേഷ്യന്റ് പെരോൾ കൊടുക്കാറുണ്ടോ? ചെറിയ ഇടവേള വീട്ടിൽ പോയിട്ട് വരാൻ വേണ്ടി, ഒരു സർജറിക്ക് മുമ്പായിട്ട്, ഒരു ഹാർട്ട് സർജറിക്ക് മുമ്പായിട്ട് പേഷ്യന്റ് വീട്ടിൽ പോയിട്ട് വരാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാറുണ്ട്. 1-2 ദിവസം മാത്രം, 1-2 ദിവസം വേണ്ടി മാത്രം കാർഡിയക് പേഷ്യന്റ് കൊടുക്കാറില്ലേ? കാർഡിയക് പേഷ്യന്റും അതുപോലെ സൈക്യാട്രി പോലെ തന്നെ കാർഡിയക് പേഷ്യന്റും 1-2 ദിവസം സർജറിക്ക് മുമ്പായിട്ട് വീട്ടിൽ പോയിട്ട് ഒരു അനുവാദം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്ലാസന്റ പ്രീവിയ, പ്ലാസന്റ പ്രീവിയ സിറ്റുവേഷൻ, പ്ലാസന്റ പ്രീവിയ സിറ്റുവേഷൻ അറിയാമോ? പ്ലാസന്റ പ്രീവിയ അതുപോലെ സിറ്റുവേഷൻ എപ്പോഴും പെരോൾ കൊടുക്കാറുണ്ട്. 1-2 ദിവസം വീട്ടിൽ പോയി വരാൻ വേണ്ടി പറയാറുണ്ട്. യൂഷ്വലി എപ്പോഴും മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റിയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പെരോൾ എന്ന കാര്യം എപ്പോഴും മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റി എപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ദ ഡിസ്ചാർജ്. കിട്ടിയോ എല്ലാവർക്കും? അഡ്മിഷൻ ഡിസ്ചാർജ് കിട്ടിയോ? അഡ്മിഷൻ ഡിസ്ചാർജും കിട്ടിയോ? എല്ലാവർക്കും അഡ്മിഷൻ ഡിസ്ചാർജും കിട്ടിയോ? ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദ്യമായിട്ടല്ല, ഓപ്ഷൻ ആയിട്ട് കാണാം കേട്ടോ. എത്ര ടൈപ്പ് അഡ്മിഷൻ ഉണ്ട്? അഡ്മിഷൻ എത്ര ഉണ്ട്? 3-4 ആണോ? 4-3? 4 ആണ്. ഡിസ്ചാർജും 7. 4-ഉം 7-ഉം പഠിക്കുക. 4-ഉം 7-ഉം ഓപ്ഷനകത്ത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. 4-ഉം 7-ഉം 7 ടൈപ്പ് ഡിസ്ചാർജും 4 ടൈപ്പ് അഡ്മിഷൻ ചോദിക്കും. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പഠിക്കുമല്ലോ. അഡ്മിഷൻ ഡിസ്ചാർജും എന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പറഞ്ഞിട്ട് പഠിക്കുക. നോട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ പറയുക, അയച്ചു തരും. പഠിക്കട്ടെ എല്ലാവരും? പഠിക്കുമല്ലോ? പഠിക്കും. ടുമോറോ സൺഡേ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ? അപ്പൊ പറ്റുമെങ്കിൽ ഞാൻ 6 മണിക്ക് ഇൻഫോം ചെയ്യും. അപ്പൊ പറ്റുമെങ്കിൽ ഈവനിങ് 6 മണിക്ക് ഇൻഫോം ചെയ്യും. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഈവനിങ് 6 മണിക്ക് ഇൻഫോം ചെയ്യും. രാത്രി ഇന്ന് 9 ക്ലാസ് ഉണ്ട് കേട്ടോ. ടുമോറോ പറയാണ്, ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നാളെ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ രാത്രി 9:30 ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വയ്ക്കാം. സൺഡേ അല്ലേ? വയ്ക്കാം, നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ? സൗണ്ട് എല്ലാം പോയിരിക്കുക കേട്ടോ. സൗണ്ട് പോയിരിക്കുക, സൗണ്ട് ഒക്കെ സമയത്ത് ഫുഡില്ല. സമയത്ത് ഫുഡ് കഴിക്കാറില്ല കേട്ടോ. സമയത്തിന് ഫുഡില്ല, സത്യം. സമയത്ത് ഫുഡില്ല. ഈവനിങ്ങിന്റെ രാവിലെ കഴിക്കാറില്ല. രാവിലെ ഫുഡ് കഴിക്കാറില്ല, ഉച്ചയും കഴിക്കാറില്ല. ഞാൻ രാത്രി മാത്രം കഴിക്കാറില്ല. ഈയിടെയായിട്ട് രാവിലെ ഫുഡില്ല. എപ്പോഴും വെള്ളം മാത്രം കുടിക്കും. എന്താണ്? വാട്ടർ മാത്രം. വാട്ടർ. അങ്ങനെ എന്താണ്? വലിയ പ്രശ്നമാണ്. ഫുഡ് കഴിക്കാതെ പോകും കേട്ടോ. രാവിലെ മൊത്തം വെള്ളം, ഇപ്പൊ ഉച്ചയ്ക്ക് വെള്ളം, രാത്രി മാത്രം ഫുഡ് കഴിക്കും. സത്യം. അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ, മുമ്പത്തെ പ്രാവശ്യം അങ്ങനെ തന്നെ. അവസാന സമയത്ത് ഇത് പറയുന്നത് സമയമില്ലല്ലോ. ഫുൾ ടൈം ക്ലാസ് ആയതുകൊണ്ട് ഫുഡ് സമയം കഴിക്കാറില്ല. അതുകൊണ്ടാണ് മിക്കവാറും രാത്രി മാത്രം ഒരു ക്ലാസ് ഉണ്ടായിരിക്കട്ടെ. രാത്രി ഉണ്ടായിക്കട്ടോ. നാളെ രാവിലെ ഒന്നുമില്ല. നിങ്ങൾ രാവിലെ ഇല്ലല്ലോ ബാച്ച്? ഈ ബാച്ച് രാത്രി ഇല്ലേ? ഈ ബാച്ച് രാത്രി ഇല്ലേ? ഇത് നൈറ്റ് ബാച്ച് നിങ്ങൾ
രാത്രിയാണ്. സോ നാളെ ഉണ്ടെങ്കിൽ ഞാൻ രാത്രി ക്ലാസ് എടുക്കും. മാക്സിമം ഉണ്ടായിരിക്കും, 99% ഉണ്ടായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. അഡ്മിഷൻ ഡിസൈൻ ചോദ്യം കേട്ടോ. അഡ്മിഷൻ ഡിസൈൻ ചോദിക്കും, പർപ്പസ് പഠിക്കുക, ടൈപ്സ് പഠിക്കുക, ചോദ്യം വരും. എപ്പോഴും ടൈപ്സ് ആണ് ചോദിക്കുന്നത്. അഡ്മിഷൻ ടൈപ്പും ഡിസ്റ്റൻസ് ടൈപ്പും ചോദിക്കും. അതുപോലെ പഠിക്കുക. ടുമോറോ കാണാം. താങ്ക്സ് സോ മച്ച്. താങ്ക് യു. പഠിക്കുക കേട്ടോ, പഠിക്കുക.